നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിന്റെ ആരോഗ്യ നിലവാരം പിണറായി സർക്കാരിന്റെ ക്രെഡിറ്റിൽ എഴുതി ചേർക്കുമ്പോൾ സർക്കാർ ആശാ വർക്കർമാരെ മറന്നു. വെറും 7000 രൂപയ്ക്ക് അതും കിട്ടിയാൽ കിട്ടി. വെയിലത്തും മഴയത്തും മഹാമാരിയെ പോലും വകവെക്കാതെ വീടുകൾ കയറിയിറങ്ങുന്ന കേരളത്തിന്റെ ആരോഗ്യ ബ്രിഗേഡിനെ കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിന് എങ്ങനെ കഴിയുന്നു? കഴിഞ്ഞ 10 ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ രാപകൽ സമരത്തിലാണ് ആശമാർ. അവരെ നിരാശരാക്കുന്നതായിരുന്നു രാഷ്ട്രീയ പ്രേരിതമാണ് സമരമെന്ന ധനമന്ത്രിയുടെ പ്രസ്താവന. ആശമാരുടെ സമരത്തിന് പിന്തുണ കൂടി വരുന്നത് കണ്ട് നവംബർ വരെ മുടങ്ങിയിരുന്ന ഓണറേറിയം ഇന്ന് അനുവദിച്ചു. 7000 രൂപ കിട്ടാനുള്ള കടമ്പകൾ മാറ്റുമെന്ന് ആരോഗ്യമന്ത്രിയും അറിയിച്ചു. ഇത് കണ്ണിൽ പൊടിയിടാനുള്ള കുരുട്ട് വിദ്യ അല്ലാതെ പിന്നെന്താണ്? ധനപ്രതിസന്ധിയാണ് ആശമാർക്ക് കൂലി നൽകാൻ തടസ്സമായി പറയുന്നത്. PSC ചെയർമാനും അംഗങ്ങൾക്കും 3,80,000 ശമ്പളം കൂട്ടാൻ ഈ ധനപ്രതിസന്ധി തടസ്സമല്ലേ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആശാ വർക്കർമാരെ മറക്കുമോ സർക്കാർ? പ്രൈം ഡിബേറ്റിൽ CITU സംസ്ഥാന സെക്രട്ടറി ശ്രീ KN ഗോപിനാഥ്, ആശാ വർക്കേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപകൽ സമരം നടത്തുകയാണ്. ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ കോർഡിനേറ്റർ ശ്രീമതി S മിനി, കോൺഗ്രസ് നേതാവ് ശ്രീമതി വീണ S നായർ, പൊതുപ്രവർത്തകനായ ശ്രീ MK ഹരിദാസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീമതി മിനി, ഞാൻ ചോദിക്കുന്നത് കേൾക്കാമല്ലോ അല്ലേ? സെക്രട്ടേറിയറ്റിന് മുന്നിലാണല്ലോ മിനി ഇപ്പോൾ ഉള്ളത്. ഇന്നിപ്പോൾ അല്പസമയത്തിന് മുൻപ് ആരോഗ്യമന്ത്രിയുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് 7000 രൂപയാണല്ലോ ആശാ വർക്കർമാർക്ക് ഓണറേറിയമായി ഓരോ മാസവും നൽകുന്നത്. പക്ഷെ അതിന് ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ ഒഴിവാക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ സമരം പിൻവലിക്കുമോ നിങ്ങൾ? എന്താണ് നിലപാട്? ഇല്ല, സമരം പിൻവലിക്കാൻ കഴിയില്ല. കാരണം ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്നുള്ളത് ഈ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയ കാലം മുതൽ തന്നെ നമ്മളുടെ സംഘടന ആവശ്യപ്പെടുന്നതാണ്. ഈ ഏറ്റവും അവസാനം കഴിഞ്ഞ മാസം നടന്ന NHM ഡയറക്ടർ വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ അന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അന്ന് CIT പറഞ്ഞത് CITUവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് 2018 ഈ മാനദണ്ഡങ്ങൾ അടിച്ചേൽപ്പിച്ചത്. അന്ന് ആശമാർ പണിയെടുക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആശമാർ പണിയെടുക്കുന്ന സാഹചര്യത്തിൽ ആ മാനദണ്ഡങ്ങൾ എടുത്തു കളയാം എന്ന് അവരും തത്വത്തിൽ സമ്മതിക്കുകയുണ്ടായി. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, മാനദണ്ഡങ്ങൾ ഇവിടെ വളരെ നിർബന്ധിതമായി അടിച്ചേൽപ്പിച്ചതാണ്. അത് തീർച്ചയായിട്ടും പിൻവലിക്കണം. ജോലി ചെയ്തതിന് ശേഷം വേതനം നൽകുന്നതിനുള്ള മാനദണ്ഡം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അതിനകത്ത് ഒരു നിബന്ധന പോലും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ആരോഗ്യമന്ത്രി ആ മാനദണ്ഡങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഈ സമരത്തിൻ്റെ ഒരു വിജയം തന്നെയാണ്. പക്ഷേ സമരം അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം സമരം വളരെ സുപ്രധാനങ്ങളായ മറ്റു ചില ഡിമാൻഡുകൾ കൂടെയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു ദിവസം 700 രൂപ എന്ന നിരക്കിൽ 21,000 രൂപ പ്രതിമാസ വേതനമാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ മാസവും കൃത്യമായി വേതനം ലഭിക്കണം. അത് ആരോഗ്യമന്ത്രി ശമ്പളം വാങ്ങുന്ന ദിവസം തന്നെ ആശാ വർക്കർമാർക്കും തരുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ മന്ത്രി അങ്ങനെ കരുതണം. കാരണം എൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശമ്പളം ലഭിച്ചിട്ട് മാത്രമേ ഞാൻ വാങ്ങുകയുള്ളൂ എന്നൊരു തീരുമാനമെങ്കിലും എടുക്കണം. ഇതിപ്പോൾ ഇന്നലെ രാത്രിയിൽ ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസായിട്ട് വരുന്ന കണ്ടു, 2 മാസത്തെ കുടിശ്ശിക അനുവദിച്ചെന്ന്. പക്ഷേ ഒന്നും ആരുടെയും അക്കൗണ്ടിൽ വന്നിട്ടില്ല. അതൊക്കെ സമരത്തെ തളർത്താനുള്ള ഒരു തന്ത്രം മാത്രമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, എന്താണ് അത്? 2 മാസത്തെ കുടിശ്ശിക എന്ന് പറയുമ്പോൾ നവംബർ മുതൽ ആശാ വർക്കേഴ്സിന് ഈ പറയുന്ന 7000 രൂപ കിട്ടുന്നില്ലല്ലോ. നവംബറിലെയും ഡിസംബറിലെയും കുടിശ്ശിക തീർത്തു തരാം എന്നായിരുന്നുവല്ലോ. അത് പക്ഷേ ഇന്ന് തന്നെ അക്കൗണ്ടിലേക്ക് വരും, ഇന്ന് തന്നെ റിലീസ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് പക്ഷേ വന്നിട്ടില്ല അല്ലേ? ശക്തമായി തുടരും. ഈ 2 മാസത്തെ പെൻഡിംഗ് ആയി നിൽക്കുന്ന ഓണറേറിയം അത് അനുവദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണ് ആശാ വർക്കേഴ്സ്. അതോടൊപ്പം തന്നെയാണ് ഈ ഓണറേറിയം കൃത്യമായിട്ട്, അതായത് ഒരു വ്യവസ്ഥയും ഇല്ലാതെ 7000 തന്നെ തരാം എന്ന ഒരു പ്രസ്താവന ഇന്ന് മന്ത്രിയുടേതായി വന്നു. പക്ഷേ ഈ രണ്ടും ഈ ഒരു സമരത്തിന്റെ വിജയമായി കണക്കാക്കുന്നു എന്നല്ലാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല. ഇതാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. അതായത് സമരം 11ാം ദിവസത്തിലേക്ക് നാളെ എത്താൻ പോവുകയാണ്. എന്താണ് ഇപ്പോൾ ഈ സമരത്തിന്റെ രൂപം? നാളെ മാറുമെന്ന രീതിയിലൊക്കെയുള്ള പ്രസ്താവനകൾ കണ്ടിരുന്നു. എന്താണ്, കൂടുതൽ ആളുകൾ തലസ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതാണോ? ഇപ്പോൾ ക്യാമറ വൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാം, അവിടെ ഇപ്പോൾ തന്നെ ഒട്ടേറെ ആശാ വർക്കേഴ്സ് ഉണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ. തീർച്ചയായിട്ടും നാളെ 7000 രൂപ 700 രൂപ 20,000 രൂപ 7000 രൂപ 7000 രൂപ 20,000 രൂപ 7000 രൂപ 20,000 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 രൂപ 20,
അതെ അതെ, നാളെ മഹാസംഗമം നടക്കുകയാണ്. കാരണം ഗവൺമെന്റും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും അപവാദ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ നമ്മുടെ കേരളത്തിലെ ആശാ സഹോദരിമാർ തയ്യാറല്ല. അതുകൊണ്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാവരും തലസ്ഥാനത്തേക്ക് എന്ന ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് പുറപ്പെട്ടു കഴിഞ്ഞു. വടക്കൻ ജില്ലകളിൽ നിന്നൊക്കെ ഇപ്പോൾ തന്നെ അവർ പുറപ്പെട്ടു കഴിഞ്ഞു. നാളെ രാവിലെ ഇവിടെ എത്തിച്ചേരും. കേരളത്തിലെ ആശാ വർക്കർമാർ അവരുടെ പോരാട്ട വീര്യം എന്താണെന്ന് കാണിക്കാൻ പോകുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ഇനി ഡിമാൻഡുകൾ നേടിയിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ എന്നതാണ് നാളത്തെ സമരത്തിന്റെ പ്രത്യേകത. ശരി, ശ്രീ കെ എൻ ഗോപിനാഥ്, ഇതാണ് ആശാ വർക്കർമാരുടെ നിലപാട്. ഇന്ന് സർക്കാർ ഈ സമരം തണുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള 2 ശ്രമങ്ങളാണല്ലോ നടത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളും. പക്ഷേ അവർക്ക് അത് പോരാ. ആശാ വർക്കർമാർ എന്നുള്ളത് ഈ കേരളം അംഗീകരിച്ച ആളുകളാണ്. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശംസ പിടിച്ചു പറ്റിയവരാണ്. അവരെ എന്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ മറക്കുന്നത്? 10 ദിവസമായി അവർ തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപകൽ സമരം നടത്തുമ്പോൾ അവരെ അവഹേളിക്കുവാനാണല്ലോ മന്ത്രിമാർ പോലും വരുന്നത്. ആശാ വർക്കർമാര് ഇതാദ്യമായിട്ടല്ല ഒരു പ്രക്ഷോഭ സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ആശാ വർക്കർമാരിലെ വളരെ ഒരു ചെറു ന്യൂനപക്ഷം വരുന്ന തൊഴിലാളികളെ, ആശാ വർക്കർമാരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്വതന്ത്ര സംഘടന എന്ന് പറയുന്നു. അങ്ങനെ ഒരു സംഘടനയുടെ പേരിലാണ് ഈ സമരം നടക്കുന്നത്. എന്നാൽ ന്യൂസ് 18 അടക്കം അറിയാവുന്ന പോലെ ഈ സെക്രട്ടേറിയറ്റ് കേരളത്തിനകത്ത് എത്രയോ കാലമായി പ്രവർത്തിക്കുന്നു. ആ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലും തൊട്ടപ്പുറത്ത് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ മുമ്പിലും NHM-ൽ പെടുന്ന ആശാ വർക്കർമാർ നിരവധി പ്രക്ഷോഭ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരാഴ്ച മുമ്പാണ് CITUവിൻ്റെ നേതൃത്വത്തിൽ 8000-ലധികം വരുന്ന ആശാ വർക്കർമാർ 2 ദിവസമായി DHS ഓഫീസ് വളഞ്ഞത്. അന്നൊന്നും ഈ ന്യൂസ് 18 അതുപോലെ തന്നെ ഇതുപോലുള്ള പത്രമാധ്യമങ്ങളോ ഒരു വാർത്തയായിട്ട് വന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ്. എന്നാൽ ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു വാർത്താ പ്രാധാന്യം ആശാ വർക്കർമാരുടെ അവശതകൾക്ക്, ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾക്ക് കൊടുക്കാൻ മാധ്യമങ്ങളായിട്ടുള്ള ചില ആളുകൾ, CITU പറഞ്ഞാൽ കൊടുക്കില്ല, INTUC പറഞ്ഞാൽ കൊടുക്കില്ല, എന്നാൽ AITUC പറഞ്ഞാൽ കൊടുക്കില്ല, എന്നാൽ ഇപ്പോൾ ഉള്ളൊരു സ്വതന്ത്ര സംഘടന പറഞ്ഞാൽ കൊടുക്കുമെന്നുള്ളത് പല കേസുകളിലും കേരളത്തിനകത്ത് ഇതിനു മുമ്പ് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് ആദ്യമായിട്ടൊരു സമരം നടക്കുന്നതാണെന്നുള്ള മട്ടിൽ നിങ്ങളിതിനെ ചിത്രീകരിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ സമരത്തിന് ശേഷം, DHS-ന്റെ മുമ്പിലുള്ള സമരത്തിന് ശേഷം ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള ചർച്ചയിലാണ് യഥാർത്ഥത്തിൽ ഈ 10 നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ 7000 രൂപ കൊടുക്കുക. ഓരോ നിബന്ധനയ്ക്കും 700 രൂപ വെച്ച്. നിബന്ധന ശരിയായില്ല എന്നുണ്ടെങ്കിൽ 700 രൂപ കട്ട് ചെയ്യും. ഈ പ്രതിഭാസം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അന്നത്തെ മീറ്റിങ്ങിനകത്ത് മുഴുവനും പിൻവലിക്കാമെന്ന് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഞാൻ ആ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. ആശാ വർക്കർമാരുടെ നേതൃത്വം അതിനകത്ത് പോയിരുന്നു. CITU സെൻറ്ററിൽ നിന്ന് എന്നെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അന്ന് ആ സമരം ഞങ്ങൾ അവസാനിപ്പിച്ചത് 5 കാര്യം പറഞ്ഞാൽ 5 വ്യവസ്ഥകൾ. ഒരു മാനദണ്ഡവും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കണമെന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ ന്യൂസ് 18-ലുള്ള റിപ്പോർട്ടർമാർ ജോലി ചെയ്യുന്നതിൻ്റെ അനുസരിച്ചാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്നതിനൊരു സോഷ്യൽ ഓഡിറ്റ് വേണമെന്നുള്ളത് കേരള ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ളതല്ല, അത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. സോഷ്യൽ ഓഡിറ്റ് മാത്രമല്ല, പല മാനദണ്ഡങ്ങളും എങ്ങനെ ഈ ആനുകൂല്യം ഇല്ലാതാക്കുമെന്ന് കണക്കാക്കിക്കൊണ്ട് ഗവേഷണം നടത്തുകയാണ് BJP-യുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്. അതിനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും നിങ്ങളാരും തയ്യാറായിട്ടില്ല. ഓണറേറിയം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതാണല്ലോ അല്ലേ? ഓണറേറിയം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതാണല്ലോ. ഇൻസെന്റീവിന്റെ കാര്യത്തിലല്ലേ കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തം ഇവിടെയുള്ളൂ? ഇൻസെന്റീവ് 60-40 അനുപാതത്തിൽ കൊടുക്കുന്നു എന്നുള്ളത് അല്ല. ഓണറിയം മാത്രമല്ല, ഇൻസെന്റീവ് 40-60 എന്ന വിവാദത്തിൽ 3000 രൂപ ഫിക്സഡ് ഇൻസെന്റീവ് കിട്ടേണ്ടതുണ്ട്. അത് 4 മാസമായിട്ട് കിട്ടിയിട്ടില്ല. എന്താ നിങ്ങൾ മിണ്ടാത്തത്? ചെറിയ കാര്യമാണോ? ഈ 7000 രൂപയുടെ ഓണറേറിയം കൊടുത്തു തീർക്കൂ. ആദ്യം 7000 രൂപയുടെ ഓണറേറിയം കൊടുത്തു തീർക്കൂ. നവംബർ മാസത്തെ മുതൽ പെൻഡിംഗ് ആണ്. എന്ത് ധനപ്രതിസന്ധിയാണ് കേരളത്തിനുള്ളത്? ഇത്തവണത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും ആദ്യം ധനമന്ത്രി പറഞ്ഞത് ധനപ്രതിസന്ധിയിൽ നിന്ന് കേരളം കരകയറുന്നു എന്നാണ്. ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ മാത്രം എന്ത് ധനപ്രതിസന്ധിയാണുള്ളത്? ഇവർ ജോലി ചെയ്യാത്തവരാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഉപാധികൾ വെച്ചിരിക്കുന്നത് എന്നാണല്ലോ പറയുന്നത്. അല്ല മഞ്ജുഷ, അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ല. അത് ഉദ്യോഗസ്ഥന്മാർ പറയുന്നതാണ്. ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല ഈ ഉപാധികളൊന്നും. ഇപ്പം കഴിഞ്ഞ ചർച്ചയ്ക്കകത്ത് തീരുമാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപാധികളില്ലാതെ തന്നെ ആശാ വർക്കർമാർക്ക് മുൻകാലത്തെ പോലെ ഓണറിയം കിട്ടണം. ഞാൻ പറഞ്ഞ ഈ ഓണറിയം 7000 രൂപ എന്ന് പറയുന്നത് ഉൾവിലി പോലെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഈ 7000 രൂപ ഓണറിയയിലേക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുമ്പോൾ
അതിൽ 700 രൂപയാണ് ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത്. ബാക്കി ഏത് സർക്കാരാണ് കോൺഗ്രസിന്റെ ഓണറിയം വർദ്ധിപ്പിച്ചത്? ഒരു സർക്കാരും വർദ്ധിപ്പിച്ചില്ല. 2014 ശേഷം ഇവിടെ ആശാ വർക്കർമാരുടെ ജോലി ഒന്ന് പരിശോധിച്ച് നോക്കൂ ശ്രീ കെ എൻ ഗോപിനാഥ്. 7000 അല്ല 70,000 രൂപ കൊടുത്താൽ പോലും ഈ ജോലി ചെയ്യുന്ന അവരെ അംഗീകരിക്കുന്നതിന് അടുത്ത് പോലും എത്തുകയില്ല. കോവിഡ് സമയത്ത് എത്രമാത്രം അധ്വാനമാണ് അവർ നടത്തിയത്? ആരെങ്കിലും വീടുകളിൽ പോയി ഇത്രമാത്രം ജോലി ചെയ്യുമായിരുന്നോ? അവർക്ക് 7000 രൂപ കൊടുക്കുന്നതിനെ പറ്റി നിങ്ങൾ വലിയ രീതിയിൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. 7000 എന്നുള്ളത് വലിയ തുകയൊന്നുമല്ല. ഇന്ന് PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം 1,22,000 രൂപ കൂട്ടി കൊടുത്തിട്ടുള്ളത്. രൂപയാണ് ഒരു ദിവസത്തെ വേതനം. ഞാൻ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞ 70,000 പോരാ, ആശാവർക്കർമാർക്ക് 1,70,000 കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചർച്ച അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ശബ്ദമുയർത്തി സംസാരിക്കേണ്ട. ഞാൻ എന്റെ ശബ്ദത്തിൽ ഞാൻ സംസാരിക്കാം. 1,70,000 ആശാവർക്കർമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, കഴിക്കുമോ? എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല കഴിക്കുമെന്ന്. 1,70,000 കൊടുക്കട്ടെ. നമ്മൾ അങ്ങനെ കളിതമാശ പോലെ വർത്താനം പറയരുത്. 7,000 ആയതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അല്ല മഞ്ജുഷ് ഒരു കാര്യം പറയേ, ഞാൻ 7,000 സഫീഷ്യന്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ എന്തിനാ വ്യാഖ്യാനിക്കണത്? അവർക്ക് 70,000 കിട്ടിയാൽ എന്താ കുഴപ്പം? യാതൊരു സംശയമില്ല, 70,000 കിട്ടട്ടെ, തർക്കമില്ല. ഞാൻ പറഞ്ഞ കഥയറിയാതെ നിങ്ങൾ വർത്തമാനം പറയരുത്. ഇത് വെറുതെ ഉണ്ടായതല്ല. നിങ്ങൾ CITUവിനെ വിളിച്ചിരുത്തിക്കൊണ്ട് ചർച്ച നടത്തുന്നത് CITU എവിടെയായിരുന്നു എന്നല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. CITU ഉണ്ടായിരുന്നു. CITU സെക്രട്ടറിയേറ്റ് മുമ്പിൽ സമരം നടത്തിയിട്ടുണ്ട്, INTUC സമരം നടത്തിയിട്ടുണ്ട്, AITUC സമരം നടത്തിയിട്ടുണ്ട്, എല്ലാ സംഘടനകളും സമരം നടത്തിയിട്ടുണ്ട്, ഇന്ത്യൻ പാർലമെന്റിന് മുമ്പിൽ പോയി സമരം നടത്തിയിട്ടുണ്ട്. ആ സമരങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി ആയതുകൊണ്ട് ആ കേന്ദ്ര ഗവൺമെന്റ് ആദ്യം NRHM എന്ന് പറഞ്ഞു, പിന്നെ NHM എന്ന് പറഞ്ഞു. എന്നിട്ട് ഫ്രീ ആയിട്ട് ജോലി ചെയ്യണമെന്ന് കണക്കാക്കിക്കൊണ്ട് വീടുകളിൽ പോയി സർവേ നടക്കുന്ന ആശ എന്ന് പറയുന്നത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ഏജന്റുമാരെന്നുള്ള നിലയിൽ ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് വന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. അവിടെ അവരെ പിടിച്ചിരുത്തിക്കൊണ്ട് അവർക്ക് ഓണറിയം വകുപ്പ് ചാർത്തി കൊടുത്ത് അവർക്ക് ചെയ്യുന്ന ജോലിക്ക് ആനുകൂല്യം കൊടുത്തു തുടങ്ങിയത് ഇടതുപക്ഷ സർക്കാരാ. അത് വെറുതെ കൊടുത്തുവതല്ല. അത് CITU പോലുള്ള ട്രേഡ് യൂണിയൻ സംഘടനകൾ അവരെ സംഘടിപ്പിച്ച് ഫൈറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തതാ. കഴിഞ്ഞ ചർച്ചയിൽ ആരോഗ്യമന്ത്രി ശൈലി സർവേ നടത്തണം, ആ സർവേയുടെ OTP അവസാനിപ്പിക്കണം. OTP കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഡോക്ടർമാർ അവൈലബിൾ ആവില്ല, അതുകൊണ്ട് അത് പ്രയാസമാണ്, അവരെ മെന്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന പണിയാണെന്ന് പറഞ്ഞപ്പോൾ അത് പിൻവലിക്കാൻ തീരുമാനിച്ചത് CITUവിന്റെ കൂടി ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ആരോഗ്യമന്ത്രി അത് പറഞ്ഞത്. 2,000 രൂപ അതിനുവേണ്ടി സ്പെഷ്യൽ ആനുകൂല്യം കൊടുക്കണമെന്ന് മന്ത്രി ആ യോഗത്തിൽ സമ്മതിച്ചു. അത് ധനകാര്യ വകുപ്പുമായിട്ട് ചർച്ച ചെയ്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കി പരിഹരിക്കാമെന്ന് പറയുന്നു. 62 വയസ്സ് കഴിഞ്ഞാൽ പിരിഞ്ഞങ്ങ് പൊക്കോളണമെന്നുള്ളൊരു ഉത്തരവ് ഇടക്കാലത്ത് വന്നു. ആ ഉത്തരവ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. കാരണം പിരിഞ്ഞു പോകുമ്പോൾ വെറും കൈയോടെ പോകണം, അവിടെ അവർക്ക് ആനുകൂല്യം ഉണ്ടാവണം. ഇക്കാര്യങ്ങളെല്ലാം നിരന്തരമായി ഉന്നയിക്കുന്നതാണ്. നടപ്പിലാവുന്നില്ല. ഏറ്റവും അവസാനം 1000 രൂപ കൂട്ടിക്കൊടുത്തു എന്നുള്ള കാര്യം ശരിയാണ്. ഏറ്റവും അവസാനം 1000 രൂപ കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. തൊഴിലാളികളെ അങ്ങനെ ഭിന്നിപ്പിക്കേണ്ട കാര്യമില്ല. അല്ല CITUവിന് ഇത്രമാത്രം ശക്തിയുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ. ആ CITU വിചാരിച്ചിട്ട് പോലും 7,000 രൂപ എന്ന തുച്ഛമായ തുക, അതും കിട്ടിയാൽ കിട്ടിയെന്ന രീതിയിലാണ് കേട്ടോ. 7,000 നൽകിയത് CITU ഫൈറ്റ് ചെയ്ത് നേടിയതാണെന്ന് പറയുന്നു. ശരിയാണ്, CITU ഇവിടെ സമരം നടത്തിയിട്ടുണ്ട്. പക്ഷേ 7,000 രൂപ കിട്ടിയാൽ കിട്ടിയെന്ന രീതിയിലാണ്. നവംബർ മുതൽ കിട്ടുന്നുമില്ല. ശ്രീമതി മിനി കെ എൻ ഗോപിനാഥ് പറഞ്ഞല്ലോ, CITUവിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് കൊണ്ട് നേടിയെടുത്തതാണ് ഇത്രയുമെങ്കിലും എന്ന്. അത് മാത്രമല്ല കേന്ദ്ര സർക്കാരാണ് ഇതിൽ കുറ്റക്കാരെന്ന്. എന്തിനാണ് CITU ഫൈറ്റ് ചെയ്യുന്നത്? എപ്പോഴും പറയുന്നത് ഞങ്ങളുടെ ഗവൺമെന്റ് വന്നാൽ ശരിയാക്കി തരാമെന്നാണല്ലോ. പിന്നെന്തിനാണ് സ്വന്തം ഗവൺമെന്റ് വരുമ്പോൾ അവിടെ ഈ പാവപ്പെട്ട ആശമാരെ കൊണ്ടുവന്ന് വെയിലത്ത് പൊരി വെയിലത്ത് ഇരുത്തി പട്ടണിക്കിടേണ്ട കാര്യമുണ്ടോ? അവർക്ക് കാര്യം അറിയാമല്ലോ. അപ്പോൾ ചെന്ന് പറഞ്ഞാൽ പോരെ? മനസ്സിലാകാത്ത മന്ത്രിയോട് വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ പോരെ? എന്തിനാണ് പ്രക്ഷോഭം നടത്തുന്നത്, സമരം ചെയ്യുന്നത്? അപ്പൊ ആളുകളെ കബളിപ്പിക്കാനുള്ള ഒരു പരിപാടി മാത്രമാണ്. പിന്നെ ഇനി കേന്ദ്ര ഗവൺമെന്റ് കാര്യം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഓണറേറിയത്തിന് മാനദണ്ഡം ഏർപ്പെടുത്തിയത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കഴിഞ്ഞ 6-ാം തീയതി ചർച്ചയിൽ 5 മാനദണ്ഡങ്ങൾ പിൻവലിച്ചു എന്നിവർ ഉത്തരവിറക്കിയിരിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ വെറും ഗിമ്മിക്കുകളാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, ആശാവർക്കർമാരെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന ചില വാചക കസർത്തുകൾ മാത്രമാണ്. ഇതുകൊണ്ടൊന്നും ആശാവർക്കർമാരൊന്നും മണ്ടന്മാരല്ല. മാത്രമല്ല, മന്ത്രി പറഞ്ഞതുപോലെ കുത്തി ഇളക്കി എന്ന് പറഞ്ഞു, അവിടെ കുത്തി ഇളക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഈ വനിതകളെ കുറിച്ച് ഇത്ര അപഹാസ്യമായ ഒരു പ്രസ്താവന നടത്താൻ നമ്മുടെ ധനമന്ത്രിക്ക് എങ്ങനെയാണ് തോന്നുന്നത്? എങ്ങനെയാണ് വനിതകളെ കുത്തിയിളക്കുന്നത്? സ്ത്രീകൾക്ക് വിവരവും ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആളുകളാണ്, അവരെ ആരോ കുത്തിയിളക്കിക്കൊണ്ട് വന്നിരിക്കുകയാണെന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ധനമന്ത്രി മാപ്പ് പറയേണ്ടതാണ് കേരളത്തിലെ സ്ത്രീകളോട്.
ധനമന്ത്രി ഞങ്ങൾ ആവശ്യപ്പെടണം, അദ്ദേഹം വരണം, അദ്ദേഹം ഈ സമരപ്പന്തൽ വന്ന് സന്ദർശിക്കണം. ഇവിടുത്തെ സ്ത്രീകളുടെ സ്പിരിറ്റ് എന്താണെന്ന് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. കഴിഞ്ഞ 17 വർഷക്കാലം ആരോഗ്യ സേവന രംഗത്ത് അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വനിതകൾ ഒറ്റക്കൊറ്റക്കാണ് വീടുകളിൽ പോയി അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ധൈര്യസമേതം ഈ കോവിഡ് കാലത്ത്, നിപ്പ കാലത്ത്, പ്രളയകാലത്തുമെല്ലാം തങ്ങളുടെ സ്വന്തം ജീവിതം മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വനിതകളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നു, ഒന്നിന് പുറകെ അധിക്ഷേപിക്കുകയാണ്. ഇവിടെ വന്ന് സമരമിരിക്കുന്നത് മറ്റാരൊക്കെയാണെന്ന് പറയുകയാണ്. എന്ത് അപഹാസ്യമാണ്! എന്തിനാണ് കള്ളം പറയുന്നത്? 13,200 രൂപ ആശാവർക്കർമാർക്ക് ഇവിടെ പ്രതിമാസം കിട്ടുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഞങ്ങൾ ഇവിടെ വന്ന മുഴുവൻ ആളുകളുടെയും PDF എടുത്ത് പരിശോധിച്ചു, അവരുടെ ഈ പണം വരുന്ന അക്കൗണ്ടിലെടുത്ത് പരിശോധിച്ചു. ഒരാൾക്ക് പോലും 13,200 രൂപ വന്നിട്ടില്ല. എന്നാൽ പിന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യട്ടെ, ധനമന്ത്രി കാണിക്കട്ടെ എത്ര പേർക്ക് കിട്ടിയെന്ന്, അതെങ്ങനെയാണ് കിട്ടാൻ പോകുന്നത്. ഇപ്പൊ ഇന്നലെ പറഞ്ഞു 2 മാസത്തെ ഓണറേറിയം അത് അനുവദിച്ചു ബാങ്കിലേക്ക് വരുന്നത്. ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. എവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെ തകർക്കാൻ വേണ്ടി എനിക്ക് വളരെ സന്തോഷമുണ്ട് CI2-ന്റെ നേതാവ് ഇത്രയൊക്കെ പറഞ്ഞത്. കാരണം അവരുടെ അനുയായികൾ മനസ്സിലാക്കട്ടെ, CI2-ന്റെ ഒപ്പം പോകുന്ന ആശാവർക്കർമാരെ എങ്ങനെയാണ് നേതാക്കൾ കണ്ടിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കട്ടെ. ഇതൊരു അവസരമാണ്. നമ്മുടെ നേതാക്കൾ എന്ന് പറയുന്ന ആളുകൾ എത്ര വളരെ വേഗത്തിലാണ് കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത്, അവരെത്ര രീതിയിലാണ് അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്, അത് മനസ്സിലാക്കണം. ഈ സമരം തുടങ്ങിയതിന് ശേഷം കേരളത്തിന്റെ പൊതുസമൂഹം എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നു വെച്ചാൽ 7,000 രൂപ ഓണറേറിയം പുറത്തു പറയാൻ നാണക്കേടുള്ള തുകയാണ്. കേരളം നമ്പർ 1 ആണെന്ന് പറയുന്നു. രൂപ ആക്കി തന്നത് ഇടത് സർക്കാരാണെന്നാണ് ഗോപിനാഥ് പറയുന്നത്. ആരാക്കി തന്നു? ഇവിടെ കേരള, അത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ. ഇവിടെ എപ്പോഴാണ് CI2-ന്റെ സമരം ആരംഭിച്ചത്? കഴിഞ്ഞ 7-8 വർഷമായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുകയല്ലേ? എപ്പോഴാണ് സമരം? അവർ ഡോക്യുമെന്റ് കാണിക്കട്ടെ. അവർ ഈ അടുത്ത സമയം ആരംഭിച്ചിട്ടുണ്ട്. നിൽക്കക്കള്ളിയില്ലാതെ CI2-നകത്തുള്ള ആശാവർക്കർമാർ ഈ മാനദണ്ഡം ഏർപ്പെടുത്തിയതിനെതിരെ, ഈ വേതനക്കുറവിനെതിരെ, വല്ലപ്പോഴും കിട്ടുന്ന ഓണറേറിയത്തിനെതിരെ ആ പാളയത്തിനകത്ത് പട തുടങ്ങിയപ്പോൾ അവർക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരാണ് സത്യത്തിൽ ആട്ടിത്തെളിച്ചു കൊണ്ടുവരുന്നത്. ഞാൻ കണ്ടു 6-ാം തീയതിയിലെ NHM-ന്റെ ഡയറക്ടറേറ്റ് ഹെൽത്ത് സർവീസിന്റെ മുന്നിലെ സമരം കണ്ടു. രാപ്പകൽ എന്നാണ് പ്രഖ്യാപിച്ചത്. പക്ഷെ ഒരു പകലും രാത്രിയും കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങും ആരും തന്നെ ഇല്ല. അനിശ്ചിതകാല സമരം എന്ന് പറഞ്ഞു. എന്താ നേടിയത്? OTP വേണ്ടാന്ന് വെച്ചു. ശൈലി എന്ന് പറയുന്ന സർവേ നടത്താൻ 6 മാസത്തെ സമയമുണ്ടായിരുന്നു. ഈ ഫെബ്രുവരി 28-ന് തീരുക. അത് വളരെ പെട്ടെന്ന് ചെയ്യേണ്ടതായതുകൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും ആ സർവേ ചെയ്ത് പൂർത്തിയാകാറായപ്പോൾ, ഒരു 95% പൂർത്തിയായപ്പോൾ OTP ആണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു വന്നു. OTP മാറ്റുന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനം? ആർക്ക് പ്രയോജനം? അപ്പൊ അവർക്കും മറ്റ് അസോസിയേഷനിലുള്ള ആശാ വർക്കർമാർ അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടല്ലോ. പക്ഷേ CI2-ന്റെ അടിമകളായി പോകുന്നു എന്നുള്ളതാണോ? അതുകൊണ്ട് അവർക്ക് ശബ്ദിക്കാൻ പറ്റില്ല എന്നുള്ളതാണോ? അതെ, തീർച്ചയായിട്ടും ഗോപിനാഥ്, അതിനുള്ള മറുപടി താങ്കൾ പറഞ്ഞു CI2-ന്റെ ആശാ വർക്കർമാരുടെ സമരം മാധ്യമങ്ങൾ കണ്ടില്ല എന്ന്. മാധ്യമങ്ങൾ വന്നപ്പോഴേക്കും അവർ പോയി കാണും. സംഘടനയ്ക്ക് അടിമകളില്ല. അതെ, തീർച്ചയായിട്ടും. നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? CI2-ന് എവിടെയാ അടിമ? CI2-ന് മെമ്പർമാരാ ഉള്ളത്. മഹാസംഗമത്തിൽ വരാൻ പോകുന്ന ആളുകളെ, ശ്രീ ഗോപിനാഥ് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ, ഇത് എന്റെ ഊഴമാണല്ലോ. അതായത് നാളെ നടക്കാൻ പോകുന്ന സംഗമത്തിലേക്ക് ആളുകളെ വിടരുത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്ക് നാളെ പണി കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജുകൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ തെളിവ് വേണോ? തെളിവ് തരാം. അത് എവിടെ നിന്നാണ് വരുന്നത്? ഏത് സോഴ്സിൽ നിന്നാണ് വരുന്നത്? ഞങ്ങൾ അന്വേഷിച്ചു. പക്ഷേ അതിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് നാളെ തലസ്ഥാനത്തേക്ക് ആശാവർക്കർമാർ വരാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർ തിരിച്ചറിഞ്ഞു ഇതൊരു അതിജീവന പോരാട്ടമാണ്, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ്. അതുകൊണ്ട് ഈ പ്രക്ഷോഭം വിജയിപ്പിക്കാൻ CI2, INTUC എന്നുള്ള എല്ലാ ബാനറുകളും മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി വരണമെന്ന് ആശമാർ തീരുമാനിച്ചുകൊണ്ട് INTUC-യുടെ കീഴിലുള്ള ആശാവർക്കർ പറയുന്നത് VD സതീശൻ അവിടെ വന്ന് പിന്തുണ കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ CI2 മാത്രമാണോ തങ്ങളുടെ കീഴിലുള്ള ആശാവർക്കർമാരെ മാറ്റി നിർത്തുന്നത്? അതെ അതെ, ശ്രീ KN ഗോപിനാഥ്. തീർച്ചയായിട്ടും ഞങ്ങൾ ആരെയും മാറ്റി നിർത്തുന്നില്ല. ആശാവർക്കർമാർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളാണ്. അവർക്ക് പല സംഘടനകളുണ്ട്. കേരളത്തിൽ 26,000-ഓളം വരുന്ന ആശാവർക്കർമാർ വർക്ക് ചെയ്യുന്നുണ്ട്.
ആ വർക്ക് ചെയ്യുന്നതിൽ ഏതാണ്ട് 20,000-ഓളം വരുന്ന മെമ്പർമാർ CITUവിനകത്ത് അംഗങ്ങളായി അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്നവർ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സ്വതന്ത്ര സംഘടന ആഹ്വാനം ചെയ്ത സമരത്തിലല്ലല്ലോ വരേണ്ടത്. INTUC ആഹ്വാനം ചെയ്യുന്ന സമരത്തിൽ CITU അല്ലല്ലോ വരേണ്ടത്. സംയുക്തമായി സമരം ചെയ്താൽ എല്ലാവരും വരും. അപ്പോൾ CITU ആഹ്വാനം ചെയ്ത സമരങ്ങളിലെല്ലാം അവർ വരുന്നുണ്ട്. ഇതേപോലെ ആവശ്യങ്ങളും ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള ആവശ്യങ്ങളും സംസ്ഥാന ഗവൺമെന്റിന്റെ പരിമിതിയുണ്ട്, അതുപോലെ കേന്ദ്ര ഗവൺമെന്റാണ് തീരുമാനിക്കണത് എന്നെല്ലാം പറഞ്ഞാലും ഒരു കണ്ണ് തുറക്കാനോ അല്ലെങ്കിൽ ഒരു ലീഡറോ വേണമല്ലോ. അതുകൊണ്ട് ഗവൺമെന്റ് അതൊന്നും നോക്കാതെ തന്നെ ഈ ഗവൺമെന്റ് മുമ്പാകെ സമരം ചെയ്യാൻ ഞങ്ങൾ മടി കാണിച്ചിട്ടില്ല. ആശാ വർക്കർമാരെ ആരും അടിമകളായിട്ട് വച്ചിട്ടില്ല, ആരും തടവിൽ വെച്ചിട്ടില്ല. നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ചർച്ചകളാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾക്കിപ്പോൾ മിനിയുടെ സംഘടന സമരം ചെയ്യുമ്പോൾ ഒരു നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അത് വലിയ കാര്യം, സന്തോഷം. അങ്ങനെയെങ്കിലും ഒരു സപ്പോർട്ട് മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയല്ലോ. ഇങ്ങനെ ഒരു വിഭാഗം ജീവനക്കാർ ഈ രാജ്യത്തുണ്ട്, അവർ തൊഴിലാളികളാണ്, അവർ മനുഷ്യരാണ് എന്ന് പറയാനുള്ള ഒരു തോന്നലിലേക്ക് ന്യൂസ് 18 പോലുള്ള ചാനലുകൾ വന്നത് നന്നായി. പക്ഷേ ഇവിടെ അതിന് പ്രത്യേക അജണ്ട ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ധനകാര്യമന്ത്രി കുറ്റം പറഞ്ഞു. രാഷ്ട്രീയ അജണ്ട തന്നെയാണ് ഇതിനകത്ത്, രാഷ്ട്രീയ അജണ്ട തന്നെയാണ്. അല്ലല്ല, രാഷ്ട്രീയ അജണ്ട അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ അജണ്ട അല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് 7,000 രൂപ ഓണറിയും കേരളത്തെ ഈ 7,000 രൂപ കുറവാണ്. ശ്രീമതി വീണ എസ് നായർ, ഇതൊരു രാഷ്ട്രീയ സമരമാണ് എന്നുള്ള കാഴ്ചപ്പാട് എന്തായാലും രാഷ്ട്രീയ സമരം എന്നുള്ള കാഴ്ചപ്പാട് എന്തായാലും കോൺഗ്രസിൽ ഇല്ലാത്തത് കൊണ്ടാണല്ലോ VD സതീശൻ ഇന്ന് ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി ചെന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രാഷ്ട്രീയം ഇതിൽ ഇല്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞത്? കാരണം ഇത് ഇപ്പോൾ മിനിയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, അതിന്റെ കീഴിലാണല്ലോ ഇപ്പോൾ സമരം നടക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് കോൺഗ്രസ് ഇതിനൊപ്പം അണിചേരുന്നു? ശ്രീമതി വീണ. ഞാൻ വരാം. ഒരു കാര്യം ഒറ്റ കാര്യം, മനുഷ്യന്റെ നിലനിൽപ്പിന്റെ എനിക്ക് പറയാമോ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലല്ല ഇത് ശരി, രാഷ്ട്രീയ താല്പര്യമില്ല എന്നാണ് മിനി പറയുന്നത്. ശരി വീണ, പറഞ്ഞോട്ടെ. ഈ സമരപന്തലിലേക്ക് നിങ്ങൾ ഈ സമരപന്തലിലേക്ക് നോക്കുക. ഇവിടെ എല്ലാ വിഭാഗം രാഷ്ട്രീയ വിശ്വാസമുള്ള ആളുകളുണ്ട്, വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്. പക്ഷെ ഇതൊരു പൊതുവിഷയം എന്നുള്ള നിലയിൽ ഇതിനകത്ത് ഡിമാൻഡ് മാത്രമാണ് പ്രധാനം. ശരി, അത് ശരിയാണ്. പൊതുവിഷയം തന്നെയാണ്, എല്ലാ ആശാ വർക്കർമാരെയും ബാധിക്കുന്ന വിഷയം തന്നെയാണ്. ഒരു സംശയമില്ല, ആശാ വർക്കർമാരെ കൂട്ടി നൽകിയേ പറ്റൂ. ശരി വീണ. മനുഷ്യന്റെ നിലനിൽപ്പിന്റെ പ്രശ്നത്തിനെ എങ്ങനെയാണ് രാഷ്ട്രീയമെന്ന് പറഞ്ഞ് ഡീൽ ചെയ്യാനായിട്ട് ഇടതുപക്ഷ സംഘടനകൾക്ക് സാധിക്കുന്നതെന്ന് ഞാൻ അതിശയത്തോടുകൂടി നോക്കുകയാണ്. കാരണം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന പ്രശ്നങ്ങളെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഇതെല്ലാം രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്, നിലനിൽപ്പിന്റെ പ്രശ്നങ്ങളാണ്, ജീവന്റെ പ്രശ്നമാണ്, ജീവിതത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ ഇതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മിനി ചേച്ചി സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു ഇതൊരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ദിവസം, നമ്മൾ ഇന്ന് ഇത് സംസാരിക്കുന്ന ദിവസം വളരെ സുപ്രധാനമായൊരു തീരുമാനം പുറത്തു വന്നൊരു ദിവസമാണ്. അതായത് PSC അംഗങ്ങളുടെ ശമ്പളം 2.7 ലക്ഷത്തിൽ നിന്നും 3.8 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിച്ചു. ഏതാണ്ട് 1 ലക്ഷം രൂപയോളം വരുന്ന വർധനവാണ് അവരുടെ. കൃത്യമായി പറഞ്ഞാൽ PSC അംഗങ്ങളുടേത് 1,22,000 രൂപ. ടോട്ടൽ സാലറിയിൽ PSC അംഗങ്ങൾക്ക് ടോട്ടൽ സാലറിയിൽ ഒരു മാസത്തെ വ്യത്യാസം വരുന്നത് 1,22,000 രൂപയും PSC ചെയർമാന് 1,04,000 രൂപയുമാണ്. ഈ ഒരു വലിയ വർധനവാണ് ഇന്ന് എടുത്തിരിക്കുന്നത് സർക്കാർ. അതെ, ഇവിടെയാണ് നമ്മള് ജീവിക്കാനുള്ള ഒരു പോരാട്ടം ഇപ്പുറത്തൊരു ഭാഗത്ത് നടക്കുകയാണ്. സംസ്ഥാനത്തെ 26,500ഓളം ആശാ വർക്കർമാരെ നേരിട്ട് അവരുടെ നിലനിൽപ്പിനെ, ജീവിതത്തെ ബാധിക്കുന്ന വിഷയം. കഴിഞ്ഞ 3 മാസമായിട്ട് അവർക്ക് കിട്ടേണ്ട ഓണറേറിയം ലഭിക്കുന്നില്ല. ഈ ഓണറേറിയം എന്ന് പറയുന്ന തുക എത്രയാണ്? 7,000 രൂപയാണ്. ഞാൻ വളരെ നിസ്സാരമായിട്ട് ഒരു വീട്ടമ്മ എന്നുള്ള ആംഗിളിൽ ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഒരു ദിവസം ഒരു കവർ പാല് വാങ്ങണമെങ്കിൽ 30 രൂപയാവും. ഈ ആശാ വർക്കർമാർ വന്നിരിക്കുന്നവര് മിക്കവാറും എല്ലാവരും അമ്മമാരാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം കൊടുക്കേണ്ടത് അവരുടെ ചുമതലയാണ്, അല്ലെ? അപ്പോ ഒരു കവർ പാലിന് 30 രൂപയോളം ഉള്ള ഒരു സംസ്ഥാനത്ത്
അരിയായാലും മറ്റ് ഭക്ഷണ സാധനങ്ങളായാലും സപ്ലൈകോയിൽ ചെന്ന് കഴിഞ്ഞാൽ അവശ്യ സാധനങ്ങൾ കിട്ടാക്കനിയായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ആശാവർക്കറായിട്ടുള്ള അമ്മമാര് ജീവിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ചെലവ് ഉള്ള ഒരു സാഹചര്യത്തിൽ 7000 രൂപ എന്ന് പറയുന്നത് സത്യത്തിൽ അവരുടെ ഈ ബസ് കൂലിക്ക് തികയോ എന്നുള്ളത് ഞാൻ അതിശയത്തോടുകൂടി കാണുകയാണ്. നമ്മുടെ മിനിമം ഫെയർ എത്രയാണ് ബസ്സിൽ? ഇവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് പോകണമെങ്കിൽ എത്ര രൂപയാണ്? ഈ 7000 രൂപ എന്ന് പറയുന്നത് ഒരു മിനിമം സബ്സിസ്റ്റൻസ് ഉറപ്പിക്കാൻ പോലും ഇല്ലാത്ത ഒരു ദുരവസ്ഥയിൽ ജോലി ചെയ്യുന്ന, അതൊന്ന് ആലോചിച്ചു. കഴിഞ്ഞ 10 ദിവസമായിട്ട് ഈ വേനൽ ചൂടിൽ, ഫെബ്രുവരിയിലെ ഈ വേനൽ ചൂടിൽ രാപ്പകൽ സമരവുമായിട്ട് സെക്രട്ടേറിയറ്റ് അവരുടെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കാനുള്ള സമരമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തെ നോക്കിയിട്ടാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയും ധനമന്ത്രി അടക്കമുള്ളവര് ഏറ്റവും അവരെ നോക്കി കൊഞ്ഞനം കുത്തുന്ന തരത്തിൽ വളരെ മോശപ്പെട്ട രീതിയിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് അനാവശ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ നിലനിൽപ്പിന് ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് അവകാശമില്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയല്ലേ ഈ മന്ത്രിമാര് ചെയ്യുന്നത്. ഈ PSC മെമ്പർമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ച കാര്യം നമ്മൾ പറഞ്ഞല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് എത്ര മന്ത്രിമാരാണ് വിദേശ യാത്രകൾ പോയിട്ടുള്ളത്? റൂം ഫോർ ദ റിവറും ഡച്ച് മോഡലും പഠിക്കാൻ എത്ര ലക്ഷം രൂപ ചെലവാക്കിയാണ് ഇവർ പോയിട്ടുള്ളത്? മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ എത്ര കോടിക്കണക്കിന് രൂപയാണ് ചെലവാക്കിയിട്ടുള്ളത്? ടോപ്പ് ഒഫീഷ്യൽസിന്റെ യാത്രയുടെ ഭാഗമായിട്ട് യാത്രാബത്തയും യാത്രാപ്പടിയുടെയും ഒക്കെ ചെലവ് എത്ര? ഇനി പറയട്ടെ, ഈ കിഫ്ബിയുടെ CEO എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്ക് ഒരു മാസം 6 ലക്ഷത്തിലധികം 6.5 ലക്ഷം രൂപയോ മറ്റോ ആണ് അദ്ദേഹത്തിന് മാസം പെൻഷനും ശമ്പള ഇനത്തിൽ. ഈ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ടുള്ള ഏറ്റവും അധികം യുവാക്കൾ അണ്ടർ എംപ്ലോയിഡ് ആയിട്ടുള്ള സംസ്ഥാനത്തിൽ റീഅപ്പോയിന്റ്മെന്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ IAS പദവി എക്സ്പേർട്ട് അതിനൊന്നും കുറച്ച് കാണില്ല, പക്ഷെ റീഅപ്പോയിന്റ്മെന്റ് ആയിട്ട് പെൻഷനും ശമ്പളവും കൂടി KM എബ്രഹാം എന്ന് പറയുന്ന കിഫ്ബിയുടെ CEO വാങ്ങിക്കുന്നത് 6.5 ലക്ഷത്തിലധികം രൂപയാണ്. ധനപ്രതിസന്ധി ഒന്നും ഒരു കാരണമേ അല്ല ശ്രീമതി വീണ എസ് നായർ. ഇതൊക്കെ ഈ ആശാവർക്കർമാരുടെ സമരത്തെ അവരുടെ ആവശ്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ കൊണ്ടുവരുന്ന മുട്ടാപ്പോക്ക് ന്യായങ്ങൾ മാത്രമാണ്. വെറും 7000 രൂപ മാത്രമാണ് ഇവർക്ക് മാസം കിട്ടുന്നത്. അതുപോലും കിട്ടിയാൽ കിട്ടി എന്നാണ്. അതിന് ഉപാധികളായിരുന്നു ഇതുവരെ, ഇപ്പോൾ ഉപാധികൾ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നൊക്കെ മന്ത്രി പറയുന്നുണ്ട്. അത് എത്രമാത്രം വിശ്വാസത്തിലെടുക്കാമെന്ന് അറിയില്ല. നവംബർ മുതലുള്ള ഓണറേറിയം ഇന്ന് തന്നെ കൊടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് മിനി പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ MK ഹരിദാസ്, ഇത് മാത്രമല്ലല്ലോ, സമീപ ദിവസങ്ങളിൽ ഈ ധനപ്രതിസന്ധി ഉണ്ട് എന്ന് പറയുമ്പോഴും വലിയ രീതിയിലുള്ള ദുർച്ചെലവ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടല്ലോ. അതിന് പല ഉദാഹരണങ്ങളും താങ്കൾക്കും ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. എങ്ങനെയാണ് ഈ ആശാ വർക്കർമാരെ കണ്ടില്ലെന്ന് നടിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നത്? കോവിഡ് കാലത്തേറെ അംഗീകരിക്കപ്പെട്ടിരുന്നവരായിരുന്നു ഇവർ. ലോകാരോഗ്യ സംഘടന പോലും അംഗീകരിച്ചവരാണ് ഇന്ത്യയിലെ ആശാ വർക്കേഴ്സ്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിന് എങ്ങനെ ഇവരെ ഒറ്റയടിക്ക്, ഇത് രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ്, ഇപ്പോൾ ഒന്നും ചെയ്യാനാവില്ല എന്ന നിലപാടെടുക്കാൻ കഴിയും? ഈ പ്രയോറിറ്റി എന്താണെന്ന് അറിയാത്ത ഒരു നമ്മൾ പറയില്ലേ ഒരവസ്ഥ ഈ സർക്കാർ അധികാരത്തിൽ കയറിയത് മുതലുണ്ട്. 2016 മുതൽ പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് കാണുന്നത് പ്രയോറിറ്റി എന്താണ് എന്നുള്ളത് അറിയില്ല. പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് ചെലവ് ചെയ്യണം എന്നുള്ള ഒരു ബോധം ഈ സർക്കാരിന് ഇല്ലാതെ പോയി. ഇപ്പൊ ഇവിടെ CITU നേതാവ് പറയുന്നത് കേട്ടു, 7000 രൂപയാക്കിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വന്നതിന് ശേഷമാണ്. തീർച്ചയായിട്ടും 100 മാസത്തെ ഭരണത്തിലെ അവർക്ക് അത്തരത്തിലൊരു കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തിനാണ് ഇത്ര അത്ഭുതപ്പെടാനുള്ളത്? DGP ആയിരുന്ന ഒരു വ്യക്തിയെ മെട്രോന്റെ MD ആക്കി മാറ്റിയിട്ട് 2.5 ലക്ഷം രൂപ കൂടി ശമ്പളം കൊടുക്കാൻ തയ്യാറായ ഒരു സർക്കാർ ആശാ വർക്കർമാർക്ക് ഒരു ചെറിയ തുക കൂട്ടിക്കൊടുത്തതിന് ഇത്ര ഹൈലൈറ്റ് ചെയ്ത് പറയാനുണ്ടോ ശ്രീ ഗോപിനാഥ്? മഞ്ജുഷ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്ന എനിക്ക് CITUവിന്റെ നേതാവിനോട് ചോദിക്കാനുള്ളത്, കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സന്ദർശിച്ചാൽ പല സ്വകാര്യ കമ്പനികളുടെ ഹാർഡ്വെയർ കടയുടെ മുൻപിൽ പോലും കുടില് കെട്ടിയിട്ട് കൊടി കുത്തിയിട്ട് CITUവിന്റെ കൊടി കുത്തിയിട്ടുള്ള സമരങ്ങൾ കോഴിക്കോടും കണ്ണൂരും കൊല്ലത്തുമൊക്കെ നടക്കുന്നത് അവരവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൊഴിലാളികളുടെ ചൂഷണം മുതലാളി നടത്തുന്നു അതിനെതിരായിട്ടല്ലേ ഇത്തരത്തിലുള്ള സമരങ്ങള്, ഇത്തരത്തിലുള്ള കൊടി കുത്തിയിട്ടുള്ള സമരങ്ങളും അവിടെ ഈ ഷെഡ് കെട്ടിയിട്ട് മുദ്രാവാക്യങ്ങളും വിളിച്ചിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ CITUവിന്റെ കീഴിലുള്ള മറ്റു തൊഴിലാളികൾക്ക് എല്ലാം തന്നെ അവരുടെ അവകാശങ്ങൾ നേടാൻ വേണ്ടിയിട്ട് സമരം ചെയ്യാമെന്നും, അതേ സമയത്ത് ആശാ വർക്കർമാരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക മഞ്ജുഷേ, ഈ ആശാ വർക്കർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ നിന്ന് ഒരു ആശാ വർക്കർമാരും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എനിക്കിവരെ നന്നായിട്ട് അറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുമായിട്ട് വല്ലാണ്ട് ഇടപഴകുന്നതാണ്.
കാരണം നമ്മുടെ സാംക്രമിക രോഗങ്ങൾ തടയുന്നതില് മഴക്കാല ശുചീകരണം കൃത്യമായി നടത്താത്ത സർക്കാരിന്റെ ഭാഗത്ത് ഇവരുടെ സേവനം അങ്ങേയറ്റം ശ്ലാഘനീയമായിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വീടുകളിൽ വരുന്നു, ചിരട്ടയിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് സ്വയം കമിഴ്ത്തി കളയുന്നു, അതുമാതിരി തന്നെ സെൻസസ് എടുക്കാൻ വരുന്നു, ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കെടുത്ത് പോകുന്നു. അപ്പോൾ ഏകദേശം എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇവർ 12 മണിക്കൂറോളം ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. നമ്മുടെ 21 മന്ത്രിമാർക്ക് നാളിതുവരെ ഒരു ദിവസം ശമ്പളം തെറ്റി കിട്ടിയിട്ടുള്ള ചരിത്രം നമ്മുടെ ഈ കേരളത്തിന്റെ ഇപ്പൊ ഈ കഴിഞ്ഞ 100 മാസത്തെ ഭരണത്തിലടക്കി ഉണ്ടായിട്ടുണ്ടോ? ചീഫ് സെക്രട്ടറി മുതൽ വില്ലേജ് ഓഫീസിലെ പിയൂൺ വരെയുള്ളവർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ സർക്കാർ കാണിക്കുന്ന ശുഷ്കാന്തി, ഈ പാവങ്ങൾക്ക് ശമ്പളം ശരി ഒരു മാസത്തെ വിടുമോ, ഒരു മാസത്തെ ലാഗ് ചെയ്യുമ്പോൾ അടുത്ത മാസം ആ മുൻ മാസത്തെ ശമ്പളമെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കാത്തത്, ഓണറേറിയം കൊടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? മഞ്ജുഷ അടിമുടി കുടിശ്ശികയിലാണ്. നോക്കൂ, ഇവിടെ എയ്ഡ്സ് ബാധിതരായവർക്ക് 1000 രൂപ സർക്കാരിന്റെ ധനസഹായമുണ്ട്. എന്തിനാണെന്ന് ആലോചിക്കണം. എയ്ഡ്സ് ബാധിതരെ പുനരധിവസിച്ചിട്ട് വേറൊരു സ്ഥലത്ത് താമസിപ്പിക്കാൻ പാടില്ല. അവർ വീട്ടിൽ തന്നെ അവരുടെ സാധാരണഗതിയിൽ സുഖസൗകര്യങ്ങളോടുകൂടി കഴിയുന്നതിന് വേണ്ടിയിട്ട് 1000 രൂപ ഈ സർക്കാർ കൊടുക്കുന്നുണ്ട്. അതിലത്തെ കുടിശ്ശിക എത്രയാണെന്ന് മഞ്ജുഷിന് അറിയോ? 12.86 കോടി രൂപ കഴിഞ്ഞ 2 വർഷമായിട്ട് അവർക്ക് നൽകിയിട്ടില്ല. ഇനി ഇതിനെക്കാട്ടിലൊക്കെ തമാശ കേട്ടോളൂ. 120 രൂപ ഇവിടുത്തെ തൊഴിലില്ലായ്മ വേതനമായിട്ട് 1673 യുവതി യുവാക്കൾക്ക് സർക്കാർ നൽകുന്നുണ്ട്. അതില് കഴിഞ്ഞ 6 മാസമായിട്ട് നൽകാനുള്ളത് ഏകദേശം 8,24,000 രൂപയാണ്. 120 രൂപയുടെ തൊഴിലില്ലായ്മ വേതനം നൽകാൻ വേണ്ടിയിട്ട് ഈ സർക്കാരിനാവുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ എന്താ പറയേണ്ടത്, ക്ഷേമ പെൻഷൻ, എൻഡോസൾഫാൻ ബാധിതർക്കുള്ള പ്രതിമാസ ആനുകൂല്യം, എല്ലാ ഭാഗത്തും എന്തൊന്ന് എടുത്തു നോക്കിയാലും എന്തിനെതിരെ CITU നേതാവേ അങ്ങ് അറിയുക, തൊഴിലാളിയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന EPF വിഹിതത്തോട് കൂടിയിട്ട് തൊഴിലുടമ അടക്കേണ്ടതായിട്ടുള്ള EPF-ന്റെ തുക വീഴ്ച വരുത്തിയിട്ടുള്ള 64 പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അങ്ങറിയണം. തൊഴിലാളിയിൽ നിന്നും കൃത്യമായിട്ട് മാസാമാസം പിടിച്ചെടുക്കുകയാണ് എന്ത് EPF വിഹിതം. ആ വിഹിതം പോലും തിരിമറി നടത്തിയിട്ട് അതിൽ ചേർക്കേണ്ട തൊഴിലുടമയുടെ വിഹിതവും ചേർത്ത് EPF-ൽ അടയ്ക്കാതെ 64 കമ്പനികളാണ് വീഴ്ച വരുത്തിയിരിക്കുന്നത്. എത്ര കോടിയാണെന്നറിയോ? 24.62 കോടി. നാളെ അങ്ങ് എന്നെ വിളിച്ചോളൂ, ഞാൻ ആ ഡോക്യുമെന്റ്സ് തരാം. കുറച്ചധികം ഇടപെടുകയാണ്. നിങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്ന ആളുകളുമാണല്ലോ. ശരി, ശ്രീ KN ഗോപിനാഥ്, ഈ ഇന്ന് ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ളത് ഈ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പള വർധനവാണ്. കൂട്ടിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെയിലത്തും അതുപോലെ തന്നെ മഞ്ഞത്തും കിടക്കുന്ന ഈ ആശാ വർക്കർമാരെ കൂടി ഓർക്കണം. അതിനകത്ത് CITU INTUC സ്വതന്ത്ര സംഘടന എന്നൊന്നും ഇല്ല സഖാവേ. അല്ല മഞ്ജുഷേ, ഇപ്പൊ ഈ 3 പേര് പറഞ്ഞ കാര്യങ്ങൾ ലോകം മുഴുവനും കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയാൻ അവസരം തരണം. അതുമേ കയറി തടസ്സം ഉണ്ടാക്കരുത്. ഒന്ന് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞപ്പോൾ അതെന്തോ മഹാസംഭവമായി പാതകമായി ചിത്രീകരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ശ്രീമതി വീണയടക്കം. എനിക്ക് അവരോടൊരു കാര്യം, ഈ ആശാ വർക്കർമാരുടെ കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഈ 7000 രൂപ ഒരിക്കലും വലിയ ശമ്പളമാണ് എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രതിനിധി അല്ല. ആശാ വർക്കർമാർക്ക് വളരെ കുറഞ്ഞ കൂലിയാണ് ലഭിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് 7000-എങ്കിൽ 7000 കേരളത്തിലാണ്. അത് കൃത്യമായി കൊടുക്കുന്നില്ല. അത് കൊടുക്കണമെന്ന് വാദിക്കുന്ന ആശാ വർക്കർമാരുടെ പ്രതിനിധി കൂടിയാണ് CITU പ്രവർത്തകനായിട്ടുള്ള ഞാൻ. ആ കാര്യത്തിൽ തെറ്റിദ്ധാരണ വേണ്ട. എന്നാൽ ഈ ആശാ വർക്കർമാരെന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഉണ്ടായത് ഏതാണ്ട് ഈ മിനിഞ്ഞാന്നാണെന്നുള്ള മട്ടിൽ, അല്ലെങ്കിൽ അഥവാ ഏതാണ്ട് ഇന്നലെ ജനിച്ച പിള്ളേരെ പോലെയാണ് യഥാർത്ഥത്തിൽ ഈ സമരം ചെയ്യുന്ന സംഘടനയുടെ നേതാവ്. മിനിക്ക് അതിൻ്റെതായ ഒരു താല്പര്യം ഉണ്ടാവും. പക്ഷേ മറ്റുള്ളവർ ഏതാണ്ട് മിനിങ്ങാന്ന് ജനിച്ചവരാണെന്നുള്ള മട്ടിലാണ് ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ആശാ വർക്കർമാർക്ക് ശമ്പളം വാങ്ങിക്കുന്ന, ഓണറിയം വാങ്ങുന്നത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശാണ്. BJP ആണ് അവിടെ ഭരിക്കുന്നത്. ഞാൻ ഏതായാലും അത് പറയുന്നില്ല. കാരണം വെച്ചാൽ കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുകയാണെങ്കിലും 7000 രൂപ പോരാ എന്നുള്ളിടത്ത് ആശാ വർക്കർമാരുടെ ഒപ്പമാണ് എൻ്റെ മനസ്സ്. എൻ്റെ മനസ്സ് മാത്രമല്ല, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ മനസ്സ്.
എന്ത് നാണക്കേട്? എന്ത് നാണക്കേടെന്നാണ് നിങ്ങൾ പറയുന്നത്? 7000 കുറവാണെന്ന് പറഞ്ഞാൽ 7000 പോരാ എന്നാ ഞാൻ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യപ്പെടുന്നത് 7000 ആക്കാനോ 10000 ആക്കാനോ 70000 ആക്കാനോ 17000 ആക്കാനോ എത്ര വേണമെങ്കിലും ആവട്ടെ. നിങ്ങൾ അല്ല, ഞാനൊന്ന് സംസാരിക്കട്ടെ. ആരാ നിങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ സംസാരിക്കട്ടെ, എനിക്കുള്ള അവസരമല്ലേ, അത് കളയല്ലേ. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്നതല്ലേ? നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടായിരുന്നതാണല്ലോ. നിങ്ങൾ ആശാ വർക്കർമാരുടെ ഒരു വലിയ സമരം നടത്തി ആ സമരം നാളെ മഹാസംഭവമാക്കുന്നതിനൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ആശാ വർക്കർമാർ ആര് വേണമെങ്കിലും വരട്ടെ. വിവിധ സംഘടനകളായിട്ടാണ് ആശാ വർക്കർമാർ എല്ലാ വിഭാഗം തൊഴിലാളികളും വിന്യസിച്ചിരിക്കുന്ന പോലെ വിന്യസിച്ചിട്ടുള്ളത്. ആശാ വർക്കർമാരെക്കാളും ദയനീയമായിട്ടുള്ള ഒരു വിഭാഗം തൊഴിലാളിയുണ്ട്. ഞങ്ങൾ CIT അവരെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് 3 വയസ്സിൽ താഴെയുള്ള ക്രഷുകളിൽ വർക്ക് ചെയ്യുന്ന ക്രഷ് വർക്കർമാരാണ്. 3000 രൂപയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമാണ് 2000 കൂട്ടി 5000 രൂപ കൊടുത്തത്. അത് കൃത്യമായി കിട്ടാത്ത അവസ്ഥയുണ്ട്. ഇങ്ങനെ എത്രയോ മേഖലകളുണ്ട്. KSRTC ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടാത്ത അവസ്ഥ കേരളത്തിനകത്ത് ഉണ്ടായിരുന്നില്ലേ? പെൻഷൻ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നില്ലേ? സാമൂഹ്യ പെൻഷൻ മുടങ്ങിയിട്ടില്ലേ? കേസായിട്ട് കാര്യങ്ങൾ പഠിച്ച് പരിഹരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. തടസ്സമാണല്ലോ ഇത്. അല്ലല്ല, പൊതുവിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നല്ല പ്രയോറിറ്റിയോടുകൂടി അല്ല, ഒരു നല്ല മുൻഗണനാടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ പ്രശ്നത്തിൽ, പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കുകയും അവരുടെക്ക് ആശ്വാസം നൽകാനും അവർക്ക് ആനുകൂല്യങ്ങൾ നൽകാനും ഒക്കെ കമ്പാരിറ്റീവ്ലി കോൺഗ്രസ് ഗവൺമെന്റിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷൻ കേരളത്തിലെ LDF ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് തമസ്കരിച്ചുകൊണ്ട് ഈ വിഷയം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ചെയ്യാതിരിക്കുന്നത് 10 ദിവസമായ ആശാ വർക്കർമാർ മുന്നിൽ ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ മുന്നിൽ സമരത്തിലാണ്. അത് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമല്ലേ? ഹൈലൈറ്റ് ചെയ്തില്ലെങ്കിലല്ലേ കുറ്റമാവുകയുള്ളൂ. മഞ്ജുഷേ, കുറ്റം ചെയ്യുന്നത് നിങ്ങളാണ്. ഞങ്ങൾ CITU ഈ മുദ്രാവാക്യങ്ങളെല്ലാം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്യും. ഇതുപോലുള്ള ചർച്ച ഉണ്ടാവില്ല. അതിന് ഞാൻ കുറ്റക്കാരനല്ല, CITU കുറ്റക്കാരനല്ല. പക്ഷെ നിങ്ങൾ അവരെ സംഘടിപ്പിച്ച് എത്ര നാൾ സമരം ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ CITUവിന് എന്താണ് ഇത്ര വലിയ ആവശ്യം? CITU സർക്കാരിനോട് അപേക്ഷിക്കുകയല്ലോ, ആവശ്യപ്പെടാമല്ലോ സർക്കാരിനോട്. നിങ്ങൾ ഓണറേറിയം കൂട്ടുവെന്ന് അതിനുള്ള ആർജവം CITUവിനില്ല. നിങ്ങൾ ഇതിന്റെ മറുവശം ചർച്ച ചെയ്യണം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ അട്ടിമറിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നു. 100% ഫണ്ട് തന്നിരുന്ന തൊഴിലുറപ്പടക്കം 60-40 എന്നുള്ള നിലയിലേക്ക് മാറ്റാനും അതിനനുവദിച്ച ഫണ്ട് ഗണ്യമായ വിധത്തിൽ കുറച്ച് 86,000 കോടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇതുപോലെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനിമം വേതനം എന്നുള്ളത് 222 രൂപ എന്നുള്ളത് ഫ്ലോർ ലെവൽ വേജസ് ആയിട്ട് കണക്കാക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഈ നാട്ടിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിലെ ഗവൺമെന്റിന് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാനോ ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാനോ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് യാതൊന്നും കിട്ടുന്നില്ല. ഈ പരിമിതികളെല്ലാം ഉണ്ട്. നിങ്ങൾ 7000ന്റെ ഉടമസ്ഥൻ മാത്രം പറയുന്നത് അങ്ങനെയാണെങ്കിൽ 3000 രൂപ ചെറുതാണല്ലോ. ആ 3000 രൂപയുടെ 60% 4 മാസമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടില്ലല്ലോ. എന്താ നിങ്ങൾ അത് പറയാത്തത്? അത് പറയണ്ടേ? അതും ഈ ആശാ വർക്കർമാർക്ക് കിട്ടുന്നതല്ലേ? 7000 കൊടുത്താൽ പോരാ, അത് കൂട്ടണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മിനി അതാ കിട്ടാത്തത്, എല്ലാം കിട്ടാത്തത് തന്നെയാണ്. കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല. അതാ തൊഴിലാളിക്കാണ് അതിന്റെ ബുദ്ധിമുട്ട്. അതിന് നിങ്ങൾ അങ്ങനെ കാണും. അതിന് പകരം അതിനെ വേറെ വളച്ചൊടിച്ച് വർത്താനം പറയരുത്. വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതെല്ലാം നല്ല കാര്യം, സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നതെല്ലാം മോശം കാര്യം എന്നുള്ള അടിസ്ഥാനത്തിൽ കൊണ്ടുവരണ്ട. നമുക്ക് പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. സംസ്ഥാനത്ത് പണിയെടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് മാന്യമായ വേതനം കൊടുക്കുക, അത് ഉറപ്പാക്കുക എന്ന് പറയുന്നത്. കേന്ദ്രം തരുന്നില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങേണ്ടത് സംസ്ഥാനമാണ്. നമ്മൾ കേന്ദ്രവും കേരളവുമായിട്ടൊക്കെ ബന്ധിപ്പിക്കാൻ ചില വ്യവസ്ഥകളും ചില ആളുകളെയൊക്കെ നിയോഗിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ അതിന് വേണ്ടുന്ന ഉത്തരവാദിത്വം ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. ഇനി അങ്ങനെ കേന്ദ്രം തരുന്നില്ലെങ്കിൽ സംസ്ഥാനത്തെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരെ പ്രക്ഷോഭം ചെയ്യാനും ഈ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ട്.
അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ വലതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന പശ്ചിമ ബംഗാളിൽ അവിടെ ആശാ വർക്കർമാർക്ക് വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. 62 വയസ്സ് മുതൽ 65 ഇടയിൽ ആളുകൾക്ക് പിരിഞ്ഞു പോകാം. എപ്പോ പിരിഞ്ഞു പോയാലും 5 ലക്ഷം രൂപ കൊടുക്കും. അവർക്ക് 5000 രൂപ പെൻഷനുണ്ട്. എല്ലാ പൂജയ്ക്കും ഇവിടെ ഓണം പോലെ അവിടെ പൂജയ്ക്ക് 1000 രൂപ. അത് ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും വർധനവുണ്ട്. അപ്പോൾ ഒരു വലതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന പശ്ചിമ ബംഗാളിൽ അവർക്ക് ഇങ്ങനെ ഒരു മാനദണ്ഡം, ഒരു തുക കൊടുക്കാമെങ്കിൽ, ഒരു വിരമിക്കൽ ആനുകൂല്യം കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന തൊഴിലാളികളുടെ പക്ഷം പറയുന്ന ഗവൺമെന്റ് കൊടുത്തുകൂടാ? ഞങ്ങൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ പറയുന്നത് അങ്ങനെ തരാൻ പറ്റില്ല, ഇത് കേന്ദ്ര ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. പക്ഷേ പശ്ചിമബംഗാൾ കേന്ദ്രത്തിന് കീഴിൽ തന്നെയല്ലേ? അപ്പോൾ സംസ്ഥാനത്തിന് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് ഈ പണിയെടുക്കുന്ന ആളുകളോട് അവരോട് മനുഷ്യത്വപരമായ ഒരു സമീപനം വേണം. അവരെ അധിക്ഷേപിക്കുകയല്ല വേണ്ടുന്നത്. അവരെ കുത്തിയിളക്കി വിട്ടവരാണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അപ്പൊ അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും മാത്രമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും CITUവിന്റെ നേതാവിന് ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ആശാവർക്കർമാരോട് ഒരു മനുഷ്യനെന്ന പരിഗണന അനുഭാവപൂർവ്വമായി സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാണ് കാണിക്കുന്നത്. 7000 രൂപ എന്തോ വലിയ സംഭവമാണെന്നാണ്. 232 രൂപയാണ് ഒരു ദിവസം. അത് മാനദണ്ഡങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ കള്ളം പറയുന്നു. 13,000 അങ്ങനെ ആരും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എന്റെ മിനി, നിങ്ങൾ ആവശ്യമില്ലാത്ത പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. 7000 രൂപ വലിയ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ദേശാഭിമാനി എഴുതിയിരിക്കുന്നത് ഈ 7000 എന്നത് വലിയ സംഭവം എന്ന രീതിയിൽ തന്നെയാണ്. വലിയ സംഭവം എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. അത് മാത്രമല്ല 7000 അല്ല 13,000 ദേശാഭിമാനിയിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. 7000 എന്നല്ല 13,000 രൂപ കിട്ടുന്നു എന്നാണ്. അത് ഇൻസെന്റീവ് കൂട്ടിയുള്ള കാര്യമാണ്. എന്റെ അവസരമാണ്. ഹലോ ഗോപിനാഥ്, അത് എന്റെ അവസരമാണ്. ഞാൻ പറഞ്ഞോട്ടെ. മറ്റൊന്ന് ഇതെന്റെ അവസരമാണ്. മറ്റൊന്ന്, എന്തിനാണ് ഇങ്ങനെ ഈ കള്ളം പറയുന്നത്? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കള്ളം പറയുന്നത് എന്തിനാണ്? നമുക്ക് മനസ്സിലല്ല. ഇന്നലെ രാത്രിയിൽ നിങ്ങളുടെ 2 മാസത്തെ ഓണറേറിയമായ 26,400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു എന്ന് പത്രമാധ്യമങ്ങൾ അടിച്ചു വന്നു. എങ്ങനെയാണിത് വരുന്നത്? ഇത് ആരാണ് ഇങ്ങനെ കൊടുക്കുന്നത്? അപ്പൊ ഇതിന് ഉത്തരവാദിത്തം ഇല്ലേ? ആരോഗ്യമന്ത്രി പറഞ്ഞു മറ്റൊരു കാര്യം, 62 വയസ്സിൽ പിരിച്ചുവിടാൻ ഉത്തരവിട്ടിട്ടില്ല. അത് ഉദ്യോഗസ്ഥർ നടത്തിയ തെറ്റായ ഒരു ഉത്തരവായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തോ, നടപടിയെടുത്തോ? എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഏറ്റവും അവസാനം NHM ഞങ്ങൾക്ക് മറുപടി തന്നിരിക്കുന്നു. 62 വയസ്സിൽ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു. നയാ പൈസ കൊടുക്കാതെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ ഗവൺമെന്റും മന്ത്രിമാരും ഉത്തരവാദി ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് കള്ളങ്ങൾ മാത്രം അടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നിടത്ത് പണിയെടുക്കുന്ന ആശാവർക്കർമാർക്ക് ഒറ്റ പോംവഴിയേ ഉള്ളൂ, അത് സമരം ചെയ്യുക. എന്താണെങ്കിലും ഇപ്പോൾ നടക്കുന്ന ഈ സമരം കേരളത്തിന്റെ പൊതുസമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ കോവിഡ് കാലത്ത് ആശാവർക്കറെ മാത്രമാണ് അവർ കണ്ടിട്ടുള്ളത്. അത് റൂട്ട് മാപ്പ് തയ്യാറാക്കാനും ക്വാറന്റൈൻ നിശ്ചയിക്കാനും മരുന്ന് കൊടുക്കാനും മുഖ്യമന്ത്രി പട്ടിക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ തെരുവ് നായ്ക്കൾക്ക് വരെ ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അങ്ങനെ ക്വാറന്റൈനിലായിരുന്ന ആളുകൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കോവിഡ് ബാധിച്ച ആളുകൾ ആശാവർക്കർമാർ മരിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾക്ക് കോവിഡ് ബാധിച്ചത് ഈ ആശാവർക്കർമാർ പുറത്തിറങ്ങി നടന്നുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, കോവിഡ് കാലത്ത് പ്രാഥമികമായ കാര്യങ്ങൾ, ഗ്ലൗസും മാസ്കും പോലും കൊടുത്തിരുന്നില്ല, ആശാവർക്കർമാർക്കില്ല. ഞങ്ങൾ NHM ഡയറക്ടർക്ക് കൊടുക്കുന്ന കത്തുണ്ട്. ഈ പ്രവർത്തിക്ക് പോകുന്ന ആളുകൾക്ക് ഏറ്റവും മിനിമം ഈ പ്രാഥമികമായ ഉപാധികൾ, ഉപകരണങ്ങൾ കൊടുക്കണമെന്ന്. അപ്പോൾ എന്ത് സമീപനമാണ്? ഇതൊന്നും തന്നെ ഉണ്ടായ കാര്യമല്ല. ശ്രീ ഗോപിനാഥ് പറഞ്ഞു മെനഞ്ഞാന്നുണ്ടാക്കിയ സംഘടനയാണെന്നും അല്ലെങ്കിൽ മെനഞ്ഞാന്നൊരു സമരമെന്ന്. ഇത് അങ്ങനെയല്ല. നിങ്ങൾ ഈ സംഘടനയുടെ ചരിത്രം പഠിച്ചിട്ടോ? 9 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അംഗീകൃത ഒരു ട്രേഡ് യൂണിയനാണ്. എല്ലാ കാലത്തും നമ്മുടെ വിഷയങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾ കാണാത്തതാണെന്ന് മനസ്സിലായില്ല. എന്താണെങ്കിലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നതല്ലത്. തീർച്ചയായിട്ടും ഈ പ്രക്ഷോഭം വിജയിപ്പിക്കുക വേണം. കാരണം ഇത് ആശാവർക്കർമാരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടാണ്. നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുത്തുന്നത്? അടിമകളാണ് പോലെയാണല്ലോ പരിഗണിക്കുന്നത്. എല്ലാ സർക്കാർ പരിപാടികൾക്കും ആശാവർക്കർമാർ നിർബന്ധമായും വന്നിരിക്കണമെന്ന് ഉത്തരവിറക്കുന്നത് എന്തിനാണ്? എല്ലാ സെന്ററുകളിലേക്ക് ഉത്തരവിറക്കൊണ്ട് അവരെ വണ്ടിയിൽ കയറ്റി ടാഗോർ തിയേറ്ററിലെ മുഖ്യമന്ത്രിയുടെ പരിപാടി, ആരോഗ്യമന്ത്രിയുടെ പരിപാടിക്ക് കൊണ്ട് ആളുകളെ കൂലിക്കാരെ കൊണ്ടിരുത്തുമ്പോൾ എന്തിനാണ്? ആ പരിപാടിക്ക് ഇനി ഇല്ല എന്ന് ആശാവർക്കർമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതൊന്നും ഇനി നടപ്പില്ല, നമ്മുടെ സംസ്ഥാനത്ത് നടപ്പില്ല. അടിമകളല്ലവര്, ബോധമുള്ള ആളുകളാണ്. അപ്പൊ സ്ത്രീകളെ വളരെ കുറച്ച് കണ്ടുകൊണ്ട്
അവരെ ബോധമില്ലാത്ത ആളുകളെ കണ്ടുകൊണ്ട് അവരെ നമ്മുടെയൊക്കെ കാൽക്കീഴിൽ ചവിട്ടി അമർത്താമെന്നൊക്കെ വിചാരിക്കുന്നതിന്റെ കാലം കഴിഞ്ഞു. CIT മനസ്സിലാകാത്തതുകൊണ്ട് മാത്രമാണ് വീട് വളയുന്ന സാഹചര്യം വരെ ഉണ്ടായതാണ്. അപ്പോൾ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സംഭവമല്ല എന്നിവിടെ ഗോപിനാഥ് പറഞ്ഞത് അതുകൂടി ഉദ്ദേശിച്ചുള്ളതാണ്. വീണയെ പോലുള്ളവർ അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്ന് ഞാൻ ഒറ്റ പോയിന്റ് കൊണ്ട് നിർത്താം. അതായത് സംസ്ഥാന നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. എന്താണ് കേസ്? ഇവിടെ ഗതാഗത തടസ്സം നടത്തിയെന്നുണ്ട്. ഞങ്ങൾ ഈ പാതയോരത്താണ് ഇരിക്കുന്നത്. ഇവിടെ സോളാർ സമരം നടന്നപ്പോ എത്ര ദിവസമാണ് ഈ കേരളം സ്തംഭിച്ചിട്ടുള്ളത്? ഇവിടെ ഒരു മന്ത്രിയെ പോലും അകത്ത് കയറ്റിയില്ലല്ലോ. ഈ ഇവിടെ അവസാനം എന്ത് പറഞ്ഞിട്ടാണ് സമരം അവസാനിപ്പിച്ചു പോയത്? അപ്പോൾ സമരം ചെയ്യാം. ആർക്ക്? ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്നവർക്ക് CIT-കാർക്ക് സമരം ചെയ്യാം. വേറെ ആര് സമരം ചെയ്താൽ അവരെ പിടിച്ച് അകത്തിടും. ഇതെന്ത് നയമാണിത്? മനസ്സിലാവുന്നില്ല. അപ്പൊ മുൻപും സമരം നടന്നിട്ടുണ്ട്. അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന VS ശിവകുമാറിന്റെ വീട് വളഞ്ഞ ഒരു സംഭവം പോലും ഉണ്ടായതാണ്. അതിന് ദേശാഭിമാനിയിലെ വാർത്തയുമാണ്. ഗവൺമെന്റുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത്. ഇത് കോൺഗ്രസ് കോൺഗ്രസ്സുകാരാണ് ഈ സമരത്തിന് പിന്നിലെന്നും ഇന്ന് ദേശാഭിമാനിയിൽ വാർത്തയുണ്ട് കേട്ടോ. തൊഴിലാളി വർഗത്തിന് വേണ്ടി ഈ തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലകൊള്ളുന്ന CIT നേതാവിനോട് ഈ തൊഴിലാളി വർഗ പാർട്ടി കേരളം ഭരിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യം, ഇതൊന്നും ഇല്ലാതിരിക്കാനാണല്ലോ ജനങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുത്തത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ല. അപ്പൊ നിങ്ങളുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ മനസ്സിലാക്കുന്നത് തൊഴിലാളി എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ അവര് മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പ്രവൃത്തിയിലെങ്കിലും മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണിൽ പുതിയ തൊഴിലാളി എന്ന് പറയുന്നത് PSC-യുടെ ചെയർമാനും മെമ്പർമാരും KM എബ്രഹാമിനെ പോലുള്ള ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ആൾക്കാരുമാണ് അവരുടെ തൊഴിലാളികൾ. ആ തൊഴിലാളികളുടെ അവകാശങ്ങൾ നന്നായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. ആവശ്യപ്പെടുന്നതിനനുസരിച്ച് വർധനവ് ശമ്പളത്തിൽ വരുത്തുന്നതുകൊണ്ട്. ഞാനൊരു കണക്ക് പറയട്ടെ, കുറച്ച് കണക്കുകൾ ഞാൻ പങ്കുവയ്ക്കാം. അതായത് ഈ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കാസ്പിന് ഈ സർക്കാർ കൊടുക്കാനുള്ളത് 1550 കോടി രൂപയാണ്. അംശാദായം അടയ്ക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡുകൾക്ക് കൊടുക്കാനുള്ളത് 2011 കോടി രൂപ. സപ്ലൈകോയ്ക്ക് ഗവൺമെന്റ് കൊടുക്കാനുള്ളത് എത്രയാണെന്ന് നോക്കൂ, 2000 കോടി രൂപ. സപ്ലൈകോ എസൻഷ്യൽ കമ്മോഡിറ്റി ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കാനുള്ളത് 464 കോടി രൂപ. നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് കൊടുക്കാനുള്ളത് 125 കോടി രൂപ. ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായിട്ട് കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടി രൂപ. SC ഫണ്ട് നമുക്കറിയാം, അത് വെട്ടിച്ചുരുക്കിയത് 500 കോടി രൂപയാണ് വെട്ടിച്ചുരുക്കി. ST-യുടേത് 112 കോടി രൂപ വെട്ടിച്ചുരുക്കി. വാത്സല്യ നിധി അടക്കം ആദിവാസി സ്ത്രീകളുടെ ആശ്വാസ നിധി എല്ലാം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. ഇനി മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോയി അവർക്ക് അവരുടെ ഉപജീവനം കഴിക്കണമെങ്കിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ആ മണ്ണെണ്ണ. ആ മണ്ണെണ്ണയ്ക്ക് കൊടുക്കുന്ന സബ്സിഡി വെറും 25 രൂപയാണ്. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ എല്ലാം ഏതാണ്ട് നിർത്തലായ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്, മദർ തെരേസ സ്കോളർഷിപ്പ്, ജോസഫ് മുണ്ട്, ഇതൊന്നും ലഭ്യമാകാത്തൊരു അവസ്ഥയുണ്ട്. അപ്പോ ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ച ഒരു പാനലിസ്റ്റ് പറയുന്നതിന്റെ ഈ സർക്കാർ പ്രയോറിറ്റീസ് എന്താണെന്ന് മറന്നുപോയൊരു സർക്കാരാണ്. ഇപ്പൊ ഏറ്റവും പ്രയോറിറ്റീസ് സെക്ടറിൽ നമ്മൾ വെക്കേണ്ട വിഷയങ്ങളാണ് ഞാൻ ഈ നേരത്തെ അക്കമിട്ട് പറഞ്ഞ 12 കാര്യങ്ങൾ പറഞ്ഞു. ആ 12 കാര്യങ്ങൾ ഏറ്റവും പ്രയോറിറ്റി ലിസ്റ്റിൽ ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് വെക്കേണ്ട അവിടെ ഈ കാര്യങ്ങൾക്കൊന്നും തുക സർക്കാരിന്റെ കയ്യിലില്ല. മറിച്ച് മറ്റ് KM എബ്രഹാമിനെ പോലുള്ളവർക്ക് അല്ലെങ്കിൽ PSC-യുടെ ശമ്പളം ഇതിനെല്ലാം ഈ സർക്കാരിന്റെ ഫണ്ട് ഉണ്ട്. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അതായത് 3ഉം 2ഉം 5 എന്ന് പോലും തിരിച്ചറിയാനുള്ള ബോധം നമ്മുടെ ധനമന്ത്രിക്കില്ല എന്നുണ്ടെങ്കിൽ
നമ്മൾ ധനമന്ത്രിയെ അദ്ദേഹം വലിയ ഇക്കണോമിസ്റ്റ് ആണ്, അദ്ദേഹം വലിയ വിജ്ഞാനിയാണ് എന്ന് പറഞ്ഞ് ഇവിടെ കഴിഞ്ഞ LDF മന്ത്രിസഭയുടെ കീഴിലും ഒരാളെ കൊണ്ട് നമ്മൾ ഇരുത്തി കേരളത്തിനെ കുട്ടിച്ചോറാക്കി അദ്ദേഹം പോയി. അതിന്റെ പിന്നാലെ പുതിയൊരു ധനമന്ത്രി വന്നു. കഴിഞ്ഞ 4 വർഷമായിട്ട് അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചു. കഴിഞ്ഞ ബജറ്റിലും അദ്ദേഹം എന്താണ് അവതരിപ്പിച്ചതെന്നുള്ളത് അറിയാം. പൂർണ്ണ നിരാശയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കുന്ന ഒരു ബജറ്റാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. എനിക്ക് പറഞ്ഞു ഈ ധനമന്ത്രിക്ക് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ഇവിടെ പറഞ്ഞ 3000 രൂപ ഓണറേറിയം കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ല, 7000 രൂപ ഓണറേറിയം കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ല. അതായത് 5-6 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റും ഇട്ട് ഷെയർ മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങളും ലക്ഷറിയും ഒന്നും ഉള്ള ആൾക്കാരെ കുറിച്ചല്ല നമ്മൾ ഈ സംസാരിക്കുക. മിനിമം സബ്സിസ്റ്റൻസ്, മിനിമം കുഞ്ഞുങ്ങളെ വളർത്താൻ ഈ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഒരല്പം തുക ചെലവാക്കി മാത്രം മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുന്ന അവരുടെ പറയാനുള്ളത് അങ്ങ് തൊഴിലാളികൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ തൊഴിലാളിയുടെ ഭാഷയിൽ സംസാരിക്കണം. അല്ലാതെ ക്യാബിനറ്റിലിരുന്ന് ഓർഡറുകൾ ഇറക്കുന്ന മന്ത്രിമാരുടെയും ബ്യൂറോക്രാറ്റുകളുടെയും ഭാഷയല്ല CITU നേതാവ് കുറഞ്ഞപക്ഷം ഉപയോഗിക്കേണ്ടതെന്ന് അദ്ദേഹത്തെ വിനീതമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നല്ലത്. എന്റെ ഭാഷ എന്തെന്നുള്ളത് നിങ്ങൾ പഠിപ്പിക്കേണ്ട, ദയവ് ചെയ്ത്. ശ്രീ MK ഹരിദാസ്, എന്റെ ഭാഷ എന്തെന്നുള്ളത് നിങ്ങൾ പഠിപ്പിക്കേണ്ട. അല്ല, അങ്ങ് പഠിപ്പിക്കാൻ വന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പറയേണ്ടി വന്നത്. വേണ്ട, ഇല്ല ഇല്ല ഇല്ല, ഞാൻ കുറച്ച് ദിവസങ്ങളായി ചർച്ചയിൽ പ്രായത്തിൽ തൊഴിലാളികളുടെ ഭാഷ അങ്ങ് പറയാൻ ശ്രമിക്കണം. ശ്രീ MK ഹരിദാസ് അതിനുള്ള മറുപടി അദ്ദേഹം തരും. ശ്രീ MK ഹരിദാസ്, ഈ ഒരു സംശയമുള്ളത്, ഈ ആശാ വർക്കർമാർ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഏത് ബജറ്റ് അവതരണ സമയത്തും ആശാ വർക്കർമാർ എന്ന പേര് കടന്നു വരാറുണ്ട്. അവരുടെ കുടിശ്ശിക കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ അതിന് ഫണ്ട് അനുവദിക്കാറുണ്ട്. അത് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ ആരോഗ്യരംഗത്തെക്കുറിച്ച് പറയുമ്പോൾ ആശാ വർക്കർമാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയാറുമുണ്ട്. പക്ഷേ ഈ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ 7000 രൂപ എന്നുള്ളത് പെട്ടെന്ന് ഉയർത്തിക്കൊടുക്കുവാൻ സർക്കാരിന് സാധിക്കാത്ത ധനപ്രതിസന്ധിയാണ് എന്നുള്ളത്. അപ്പോൾ ഈ പൊടുന്നനെ ഇങ്ങനെ ഒരു സമരം വരുമ്പോൾ സർക്കാർ പറയും ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പല റിപ്പോർട്ടുകളും പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും മന്ത്രിയുടെ പ്രസ്താവന അങ്ങനെയാണ് വന്നത്, ഞങ്ങൾ ആ റിപ്പോർട്ടൊക്കെ പരിഗണിച്ചു, അങ്ങനെയാണ് ഈ ഉപാധിരഹിത ഓണറേറിയം നൽകാൻ തീരുമാനിച്ചത് എന്ന്. തൽക്കാലം അപ്പോൾ സമരത്തിൽ നിന്ന് പിന്മാറേണ്ട ഒരു സമയമായിട്ടില്ലേ കൂടുതൽ ചർച്ചകൾക്ക് വേണ്ടി ശ്രീ MK ഹരിദാസ്? അതോ ഇവർ തെരുവിൽ തന്നെ തുടരണം എന്നുള്ളതാണോ? ഇവരുടെ അവകാശം നേടിയെടുക്കുന്നത് ഇതുവരെ തെരുവിൽ തന്നെ തുടരണം എന്നുള്ള അഭിപ്രായമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് ഒരു കാര്യം നോക്കി നോക്കൂ. ഇപ്പൊ 45.4 ലക്ഷം രൂപയാണ് PSCയിലെ 21 മെമ്പർമാർക്കും ഒരു ചെയർമാനും കൂടി ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. പക്ഷെ അടുത്ത മാസം അത് വരാൻ പോകുന്നത് 69 ലക്ഷം രൂപയായിട്ട് മാറുകയാണ് ഈ വർധനവിലൂടെ. അപ്പൊ PSCയിലത്തെ ചെയർമാനും അവിടുത്തെ മെമ്പർമാർക്കും അടുത്ത മാസം തൊട്ട് കുറച്ചുകൂടി ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 29 ലക്ഷം രൂപ അധികം ചെലവാക്കാൻ തയ്യാറുള്ള സർക്കാർ ഈ പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് അവരുടെ ഓണറേറിയം കൃത്യമായി കൊടുക്കുകയും അവരുടെ ഓണറേറിയത്തിൽ വർധനവ് വരുത്താൻ തയ്യാറാവാതെ ഇരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവർ ഈ സമരം ഇടയ്ക്ക് വെച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും നേടാനാകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഇവിടുത്തെ IAS ഉദ്യോഗസ്ഥന്മാർ ഈയിടെ സർക്കാരിനൊരു നിവേദനം നൽകി. റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് പെൻഷന് പുറമെ പ്രതിമാസം 25,000 രൂപ മാസപ്പടി വേണമെന്ന് പറഞ്ഞിട്ട് അതേക്കുറിച്ചിട്ടുള്ള വിവരാവകാശ അന്വേഷണത്തിൽ മനസ്സിലായത് എന്താണെന്നറിയോ? അത് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. 1.5 ലക്ഷത്തിന് മേലെയാണ് ഒരു IAS ഉദ്യോഗസ്ഥന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പെൻഷനായിട്ട് കിട്ടുന്നത്. ആ ഉദ്യോഗസ്ഥർക്ക് മാസപ്പടിയായിട്ട് ഹൈക്കോടതി ജഡ്ജിമാർക്ക് ലഭിക്കുന്നത് പോലെ ഒരു മാസപ്പടി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് പരിഗണിക്കാൻ തയ്യാറായിട്ടുള്ള സർക്കാർ ഈ പാവപ്പെട്ടവരുടെ ഈ നമ്മൾ പറയില്ലേ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവർ ഓരോ സമയത്തും, അത് നിപ്പയുടെ സമയത്തായാലും കോവിഡിന്റെ സമയത്തായാലും നമുക്ക് ജനങ്ങൾക്ക് സേവനം നൽകിയിരിക്കുന്നത്. അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് അവരുടെ ഈ കാര്യത്തിൽ ഒരു അംഗീകാരം നൽകാനോ അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാനോ അവരുടെ ഓണറേറിയം കൃത്യമായിട്ട് കുടിശ്ശികയോടുകൂടി നൽകാനോ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ഒരു കാരണവശാലും
ഈ സമരത്തിൽ നിന്ന് അവർ പിന്മാറരുത്. ഇതിന് കൃത്യമായി ഉറപ്പ് ലഭിക്കുന്നത് വരെ അവർ സമരം ചെയ്യണം. കാരണം ഇനിയും ഇവര് വീഴ്ച വരുത്തിയാൽ, ഇവർ സമരത്തിൽ നിന്ന് പിന്മാറിയാൽ ഇവർ അനുഭവിക്കാൻ പോകുന്നത് ഇതിനേക്കാൾ കടുത്ത ദാരിദ്ര്യമായിരിക്കും. ശരിയാണ് ശ്രീ കെ എൻ ഗോപിനാഥ്, പൊതുസമൂഹത്തിന്റെ ഒരു ആവശ്യം കൂടിയാണിത്. കാരണം ആശാ വർക്കർമാരെ എല്ലാവരും കാണുന്നതാണ്, എല്ലാവരുടെയും വീടുകളിൽ വരുന്നവരാണ് ആശാ വർക്കർമാർ. അവരോട് അനുഭാവം പ്രകടിപ്പിക്കുവാനേ ഈ പൊതുസമൂഹത്തിന് കഴിയൂ. CITU അത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞോട്ടെ? അല്ല, ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണകാലയളവ് ഒഴിച്ച് കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെയെല്ലാം വളരെ തെളിനീര് പോലെയായിരുന്നു കാര്യങ്ങളെന്ന് സമർത്ഥിക്കാൻ വീണ കാണിച്ചിട്ടുള്ള ആ സമയം, ആ പരിശ്രമം തീർച്ചയായിട്ടും കേരളത്തിലെ ഈ ന്യൂസ് 8ന്റെ ചർച്ച കാണുന്നവരെല്ലാം മനസ്സിലാക്കിക്കൊള്ളുന്നു മാത്രമാണ് എനിക്കത് സംബന്ധിച്ച് മറുപടി പറയാനുള്ളത്. ആ കമ്പാരിഷനൊക്കെ നടത്താൻ ജനങ്ങൾക്ക് നല്ല വിധത്തിൽ അറിയാം. ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ അതിന് വേറെ മറുപടി പറയുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. ഏതായാലും ഏകപക്ഷീയമായി ഇങ്ങനൊരു ചർച്ച ആശാ വർക്കർമാരെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. നമ്മുടെ മുന്നിലുള്ള പ്രശ്നം നേരത്തെ ഞാൻ പറയട്ടെന്ന് നിങ്ങൾ നേരത്തെ മഞ്ജുഷ് ഇവിടെ പറഞ്ഞ പോലെ, ഏറ്റവും ഒടുവിൽ നിങ്ങൾ ശരിയായ വിധത്തിൽ കൺക്ലൂഡ് ചെയ്ത പോലെ, ആശാ വർക്കർമാർ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ വാൻഗാർഡുകളാണ്, നട്ടെല്ലുകളാണ്. അതുകൊണ്ട് അവരുടെ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ CITUവിന് വ്യത്യസ്ത അഭിപ്രായമില്ല. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനവും കേരളത്തിലെ ഇടതുപക്ഷം നയിക്കുന്ന ഗവൺമെന്റും ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, മിഡ് ഡേ മീല് അടക്കമുള്ള ഈ പാവപ്പെട്ട തൊഴിലാളി വിഭാഗങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾ ഗവൺമെന്റിനുണ്ട്. 57,000 കോടി രൂപയാണ് നേരിട്ട് ഡയറക്റ്റ് എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനകത്ത് നൽകാനുള്ളത്. അച്ചടിക്കാനുള്ള അവകാശം, നോട്ടച്ചടിക്കാനുള്ള അവകാശം കേരളത്തിലെ ഗവൺമെന്റിനില്ല. ചരക്ക് സേവന നികുതി വന്നു കഴിഞ്ഞപ്പോൾ നികുതി ഈടാക്കാനുള്ള സംഗതികളില്ല. ഇതെല്ലാം കോൺഗ്രസ് ഗവൺമെന്റിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഏറ്റവും മൂർത്തമായി ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ട സ്ഥിതിവിശേഷം കേരള സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ പരിമിതിക്കകത്ത് ആശാ വർക്കർമാരെ പോലെ പാവപ്പെട്ട തൊഴിലാളികൾ, നല്ല വിധത്തിലെ പണിയെടുക്കുന്ന തൊഴിലാളികൾ, അവർക്ക് ജീവിത ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത, ജീവിക്കുന്നതിന് വേണ്ടിയുള്ള വരുമാനം കിട്ടാത്ത സ്ഥിതിവിശേഷം നേരിടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് പരിഹാരമുണ്ടാക്കാൻ അതിൻ്റെതായ മാർഗത്തിൽ ജനാധിപത്യപരമായ പ്രവർത്തനത്തിലൂടെ ചെയ്യുകയാണ്. അല്ലാതെ ഈ ഗവൺമെന്റിനെ നിലംപൊത്തിച്ചിട്ടേ ഞങ്ങൾ ഇനി മാറുകയുള്ളൂ എന്ന് കണക്കാക്കിക്കൊണ്ട് എല്ലാ വീറും വാശിയും പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് നൽകിക്കൊണ്ട് എന്നും അതേപോലെ തന്നെ കരുതലോടുകൂടി അവരെ സംരക്ഷിക്കാൻ യാതൊരു വിധത്തിലും മനസ്സും കാണിക്കാത്ത കോൺഗ്രസിന്റെ മനസ്സിനെ പോലെ ഇവിടെ ഇരുന്ന് വാചാരമാകുന്നത് ശരിയായൊരു നടപടിയല്ല എന്നുള്ളത് എനിക്ക് ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾ ആശാ വർക്കർമാരെ ശരിക്കും മോശക്കാരാക്കുകയാണ്. അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, ജീവന് വേണ്ടി, ജീവിതത്തിന് വേണ്ടി പോരാടുമ്പോ ബാക്കിയുള്ളവരാണ് അതിന് ഇന്ധനം പകരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആശാ വർക്കർമാരെ എന്താ വിഡ്ഢികളായിട്ടാണോ കാണുന്നത്? മറ്റുള്ളവർക്ക് അമ്മാനമാടാൻ പറ്റുന്ന ഒരു വിഭാഗമായിട്ടാണോ നിങ്ങൾ എഴുതാപ്പുറം വായിക്കുകയാണെന്ന്? വായിക്കുന്നത് നിങ്ങൾ എഴുതാപ്പുറമാണ് വായിക്കുന്നത്. മിസ്റ്റർ വീണ, നിങ്ങളാണ് എഴുതാപ്പുറം വായിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം കൃത്യമാണ്. നിങ്ങളാണ് അനാവശ്യമായിട്ടുള്ള നേതാക്കൾ പറയുന്നതൊക്കെ ആശാ വർക്കർമാർ ഒരു മാധ്യമ ചർച്ചയ്ക്കകത്ത് സത്യസന്ധത നിങ്ങളാണ് കോൺഗ്രസിന്റെ നേതാവ്. തീർച്ചയായും ആശാ വർക്കർമാർ കേൾക്കട്ടെ. ആ വ്യാഖ്യാനം വേണ്ട. CITUവിനകത്ത് അവശേഷിക്കുന്ന ആശാ വർക്കർമാർ കാണട്ടെ, കേൾക്കട്ടെ. ശരി, ആശാ വർക്കർമാർക്ക് ഒപ്പമാണ് പൊതുസമൂഹം എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ല, CITU പറയുന്നുണ്ട് ആശാ വർക്കർമാരുടെ വേതനം കൂട്ടിക്കൊടുക്കണം, ഓണറേറിയം കൂട്ടിക്കൊടുക്കണം എന്ന്. പക്ഷേ സർക്കാർ ആ ഒരു ആവശ്യത്തിനൊപ്പം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊരു കാര്യം, ഈ PSC ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം കൂട്ടിക്കൊടുക്കുന്നതായിരുന്നോ ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്ന കാര്യവും സർക്കാർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ആശാ വർക്കർമാരുടെ സമരം ന്യായമോ? അതേ എന്ന് 84% പ്രേക്ഷകർ, അല്ല എന്ന് 12% മാത്രം. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.